ഹലോ ഹായ് വെൽക്കം ടു ഏത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ് എഫ്എം, ജിയോ 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകൾ കൂടെ ഫോളോ ചെയ്യുക. അവിടെയൊക്കെ ഞങ്ങൾ ഷോർട്ട് ഫോമായിട്ടുള്ള കോണ്ടൻറ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വെബ് ക്രോളേഴ്സ് ആയ മിസ് യുഡിസി കുമാരി ആൻഡ് മിസ്റ്റർ ചക്രപാണി, വെൽക്കം ടു ദ ഷോ. ഹായ് എവരിവൺ. ഹലോ, നമസ്കാരം. ഇവിടെ അതെ എന്റെ അത്രം പോലെ എനർജി ഇല്ലല്ലോ ചക്രവാണിക്ക്. എനിക്കാണെങ്കിൽ കൊടിയ പനിയാണ്. എന്നിട്ട് എന്റെ അത്രം പോലെ എനർജി ഹലോ ഇല്ലല്ലോടാ നിനക്ക്. ഹലോ 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 എന്റെ നേസൽ എല്ലാവർക്കും സൗണ്ടിനെ ഇനിയൊരു എല്ലാരോടും പുത്താണ്ട് വാഴ്ത്തുക്കൾ. നേരത്തെ ഞാൻ നേരത്തെ മാപ്പ് അപേക്ഷിക്കുന്നു. എനിക്ക് ഇച്ചിരി നേസൽ സൗണ്ട് ഉണ്ട്. ഞാൻ ഇച്ചിരി സിക്കാണ്. യെസ്, എല്ലാവർക്കും ഇപ്പം നമ്മുടെ സ്പൈഡർ വേഴ്സിലേക്ക്, ഇത് നല്ല കൊമേഡി വേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൊമേഡിയൻസ് എന്ന് പറഞ്ഞു വിളിച്ചാലോ. ഇന്ന് കുമാരിക്ക് വയ്യാത്തോണ്ട് ചിലപ്പോ ഇന്ന് കുമാരിക്ക് വയ്യാത്തോണ്ട് ചിലപ്പോ കുമാരി സോഡയ്ക്ക് ഒരു ഷോഡാന്നായിരിക്കും പറയുന്നത്. ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേസൽ സൗണ്ട്. യെസ്, തീർച്ചയായും. പുറംകടലിൽ കിടക്കുമായിരുന്നു, ഒരു ഷോഡ പോലും കുടിക്കാതല്ലേ. തീർച്ചയായും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബ്രാൻഡ് ന്യൂ ഡേ എക്സ്പീരിയൻസ്? ബ്രാൻഡ് ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ 4DXൽ കാണാനാണ് ശ്രമിച്ചത്. ഞാൻ ഇതുവരെ 4DXൽ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. അപ്പം Rich people and their problems. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് കയറാത്തത്. കാര്യം ഐമാക്സിനേക്കാളും കുറച്ചുകൂടെ പൈസ ജാസ്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും അത് ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയിരുന്നു. പിന്നെ സീറ്റ് ഫ്രണ്ടിലോ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ ആ ഒരു പെർഫെക്റ്റ് സീറ്റ് അറേഞ്ച്മെൻറ്റ് കിട്ടാഞ്ഞതുകൊണ്ട് അങ്ങനെ ഐമാക്സിലാണ് കണ്ടതെന്ന് പറയാൻ പറ്റും. കാര്യം ഇപ്പം മാർവെലിന് ഐമാക്സുമായിട്ടൊരു ചെറിയ ഇത് നടക്കുന്നത് കൊണ്ട് ആക്ച്വലി. പക്ഷെ ബ്രാൻഡ് ന്യൂ ഡേക്ക് ഐമാക്സ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ട സ്ക്രീൻ എന്താണെങ്കിലും ഐമാക്സ് സ്ക്രീൻ ആയിരുന്നു. പക്ഷെ എനിക്ക് അത് തോന്നുന്നു എല്ലാം ഐമാക്സ് ആണ്. ഐമാക്സ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഐ മീൻ അങ്ങനെ ഐമാക്സ് എന്ന് പറഞ്ഞ സെപ്പറേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടില്ല. അല്ല, അങ്ങനെ ഉണ്ട് ആക്ച്വലി. പക്ഷെ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൂംസ്ഡേ ഐമാക്സിലല്ല വരുന്നത്. കാര്യം ഐമാക്സ് ഡ്യൂണുമായിട്ടുള്ള കോൺട്രാക്ട് കാരണം. പക്ഷെ ഒഡീസിക്കൊക്കെ ടിക്കറ്റിന് തന്നെ നല്ല സെപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ സെപ്പറേഷൻ ഞാൻ ഇതിന് കണ്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. അതാ കാരണം. അപ്പൊ ഇത്തവണ ഓഡിസിക്ക് ആണ് ഐമാക്സിന്റെ ഇതെല്ലാം പോയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവരങ്ങനെ മാർവലിന് അങ്ങനെ ഒരു ഇത്. ഷൂട്ട് ചെയ്ത പടമൊന്നും അല്ലല്ലോ. ഓക്കെ, അല്ല പക്ഷെ എന്നാലും അത് കൺവേർട്ടഡ് ഇതിൽ ഞാൻ കണ്ട സ്ക്രീൻ പക്ഷെ ഐമാക്സ് സ്ക്രീൻ തന്നെയായിരുന്നു. അതാ ഞാൻ ആലോചിച്ച ഐമാക്സ് സ്ക്രീനിലാണ് കണ്ടത്, പക്ഷെ ഐമാക്സ് അല്ല. അപ്പൊ എന്താണ് അതിന്റെ ഒരു പെക്യുലിയാരിറ്റി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഹെയിൽ മേരി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹെയിൽ മേരി ഐമാക്സിലാണ് കണ്ടത്, പക്ഷെ ഐമാക്സ് പടം അല്ല അത്. അത് ഏത് സ്ക്രീനിൽ കണ്ടാലും ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം അത് കുറച്ചുകൂടെ ഒരു ഇമോഷണൽ കണക്ട് ഉള്ള പടമായിരുന്നു. ഇതിപ്പോ ഉണ്ടല്ലോ, ഇതിപ്പോ ഡൂംസ്ഡേക്ക് ഐമാക്സ് കിട്ടത്തില്ല. കാര്യം ഡ്യൂണിന് അവർ കൊടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാർവൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് ഇൻഫിനിറ്റി വിഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോർമാറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതിലെന്താ പ്രത്യേകത എന്നൊന്നും അറിയാൻ പാടില്ല. സീറ്റ് ഇൻഫിനിറ്റി വിഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇൻഫിനിറ്റി വിഷനാന്ന് പറഞ്ഞിട്ട് ഐമാക്സിന്റെ അതേ റേറ്റ് വാങ്ങിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എന്താണേലും അപ്പോൾ യെസ്. അപ്പം അങ്ങനെ ബ്രാൻഡ് ന്യൂ ഡേ. ആരാണ് പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ബ്രാൻഡ് ന്യൂ ഡേ എക്സ്പീരിയൻസ്? ഞാൻ പറയാം. ഞാൻ പടം കണ്ടത് ഗൾഫിലാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അതിനകത്തിൽ കുറേ മിസ് ഔട്ടായി. അതുകൊണ്ടാണ് ലൊക്കേഷൻ പറയാൻ പ്രത്യേകിച്ച് പറഞ്ഞു തുടങ്ങിയത്. അതായത്
ഞാൻ കണ്ടത് തുടങ്ങിയ ഇറങ്ങിയ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കണ്ടത്. അപ്പം അത് സ്പോയിലേഴ്സ് ഒന്നും അറിയാതെ ഞാൻ ഹാപ്പി ആയിട്ടാണ് പോയത്. പോയി അവിടെ ഇരുന്ന് കണ്ട്, അതായത് കണ്ടോണ്ട് ഇരുന്നപ്പോ എനിക്ക് അത്ര ഇങ്ങനെ അത് മനസ്സിലാക്കിയില്ല. ഇതിനകത്തില് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അത്ര മനസ്സിലാക്കിയില്ല. ബട്ട് കണ്ട്, അതായത് ഈ സ്പൈഡർമാനും സെൻഡയുടെ ക്യാരക്ടർ ആയിട്ട് ഒരു കിസ് ഉണ്ടല്ലോ. അപ്പൊ കിസ് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഇവര് സംസാരിക്കുന്ന ഒരു സീനുണ്ട് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും. അതായത് സെൻഡയുടെ ക്യാരക്ടറിനോട് പറയുന്നുണ്ടല്ലോ, അതായത് ഓ സ്പോയിലർ സോറി, ഇത് ദിഗുവിന്റെ ഉത്തരവാദിത്തമാണ്. ദിഗു എപ്പോഴും ഇത് മറക്കാറുണ്ട്. ഇത് അവന്റെ ഉത്തരവാദിത്തമാണ് ആദ്യമേ പറയണമെന്നുള്ളത്. നമ്മുടെ ഈച്ച് എപ്പിസോഡ് വിൽ ബി ഫിൽഡ് വിത്ത് സ്പോയിലേഴ്സ്. ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദ മൂവി, ഗോ വാച്ച് ഇറ്റ് ആൻഡ് കം ബാക്ക് ആൻഡ് ലിസൺ ടു us. നമ്മള് അപ്പം സ്പോയിലർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ ചെയ്യവേ. അപ്പൊ ഇവരെ തമ്മിൽ ഒരു കിസ്സുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും സെൻഡയുടെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട്, ഐ എം സോറി. അതായത് പുള്ളിക്കാരി പൊസസ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അവർ കിസ് ചെയ്തതെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അന്നേരമാണ് ഞാനും നമ്മുടെ സരോജിയുടെ കൂടെയാണ് ഞാൻ പടം കണ്ടത്. അപ്പൊ സരോജിയും മനസ്സിലാക്കുന്ന അവിടെ ഒരു കിസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് ഞങ്ങൾ ആ ഖേദിക്കുന്ന കാര്യം ഞങ്ങൾ അന്നേരമാണ് തിരിച്ചറിയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കുറെ സാധനം ഇവര് കണ്ടിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഗൾഫുകാർക്ക് ഇതിനകത്തിൽ മിസ്സായതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്തൊക്കെ ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെന്ന്. പടം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2 hours 10 minutes മാക്സിമം ഉള്ളായിരുന്നു തോന്നുന്നു. 2 hours 15 minutes മാക്സിമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ എന്തുമാത്രം മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം ഇതിനകത്ത് ഇന്ന് പോയിട്ടുണ്ടെന്ന് കഥാന് മാത്രമേ അറിയത്തുള്ളൂ. അതിനിപ്പം ഞാൻ ആലോചിച്ചായിരുന്നു ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുന്നേ, എന്നാ ഇവിടെ ഇപ്പം ഞാൻ UK തിരിച്ചു വന്നു, ഇപ്പം ഇവിടെ ഒന്നുകൂടെ പോയി കണ്ടാലോ എന്ന് ഉള്ള ഒരു ആലോചനയിലായിരുന്നു ഞാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പനി പിടിച്ചത് കൊണ്ട് അത് നമുക്ക് ആ ഒരു ചാൻസ് മിസ്സായി. അതാണ് എന്റെ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഖേദകരമായിട്ടുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത്. പടം ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ദിസ് വാസ് മൈ തിയേറ്റർ തിങ്. പടം ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എൻ ഇമോഷണൽ ഫിലിം. ഐ ലൈക്ഡ് ഇറ്റ് വാസ് നൈസ്. പിന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും മികച്ച സ്പൈഡർമാൻ ഫിലിം ആയിരുന്നോ എനിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലെന്നേ പറയത്തുള്ളൂ. അത് പലർക്കും അങ്ങനെ ആയിരുന്നു പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത്. അതായത് പലർക്കും ഈ പടമായിരുന്നു ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള സ്പൈഡർമാൻ ഫിലിംസിൽ, അതായത് അതിന്റെ ഒരു സ്കെയിലിന്റെ രീതിയിലല്ല, ബട്ട് നമുക്ക് കൂടുതൽ ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ആസ് എ ഫിലിം കൂടുതൽ അവർക്ക് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മെമ്മറിയിൽ റിമെയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് കൂടുതൽ കുറെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഈ 4 പടങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ടോപ്പ് എന്നുള്ള രീതിയിൽ പറയാം എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനത്തെ ഒരു അഭിപ്രായം ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്നെ സംബന്ധിച്ച് എപ്പോഴും തേർഡ് വണ്ണിനെ ബീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഒരു പടം ഇനി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന്. കാരണം അതൊരു എപ്പിക് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആ തേർഡ് പടം അതൊരു അമേസിങ് ഫിലിം. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്ന എന്താണ്, എനിക്ക് പണ്ട് തൊട്ടേ ഈ MJയുടെ ക്യാരക്ടറിനോട് ഒരു താല്പര്യമില്ല. എന്താ പറയുക, ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ തൊട്ടേ എനിക്ക് MJയുടെ ക്യാരക്ടറിനെ വലിയ സങ്കടം, എനിക്ക് ഒരു കണക്ഷൻ തോന്നിയിട്ടില്ല ക്യാരക്ടറിനോട്. അത് ആൻഡ്രൂ ഗാർഫീൽഡിന്റെ എമ്മ സ്റ്റോൺ അഭിനയിച്ച MJ ആണെങ്കിലും എനിക്ക് പുള്ളിക്കാരി ഗ്വെൻ സ്റ്റേസി ആയിരുന്നു. എങ്കിലും അതൊരു MJ പോലത്തെ, കാരണം മറ്റേ പടത്തിൽ പുള്ളി പറയുന്നുണ്ടല്ലോ യോർ MJ മൈ MJ എന്നുള്ള രീതിയിൽ ഇക്വേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയാമല്ലോ വേണമെങ്കിൽ. അപ്പം ഗേൾഫ്രണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടേഴ്സ് എന്തോ എനിക്കൊരു അങ്ങനെ ഒരു അവരുടെ ലവ് സ്റ്റോറിയിൽ എനിക്ക് അങ്ങനെ വലിയൊരു ഒരു ക്ലച്ച് അതിനോടൊരു കണക്ഷൻ വന്നിട്ടില്ല ഇതുവരെ. ഇപ്പം ഇവിടെ എല്ലാവർക്കും കണക്ട് ആയ സാധനം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ ഒരു സെപ്പറേഷൻ, എന്താണ് ലോൺലിനെസ്, പിന്നെ അതിനുശേഷമുള്ള ഒന്നിക്കാൻ പറ്റായ്മ, ഡിപ്രഷൻ കാര്യങ്ങൾ, അതൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റബിൾ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഫോർ മീ ഐ ഡോണ്ട് നോ, എനിക്കൊരു അൾട്ടിമേറ്റ്ലി ദിസ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ ഫിലിം ഫോർ മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നെ സംബന്ധിച്ച് ഐ ലൈക്ഡ് ജേക്ക് ജിലൻഹോൾസ് Spider-Man, the second one better than this one. Better than എന്നല്ല, മേ ബി ഒരു ഈക്വൽ എമൗണ്ടിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും. I like the film, it was nice, പക്ഷെ it was not the best Spider-Man of Tom Holland at least. അതാണ് എൻ്റെ അഭിപ്രായം. കൊള്ളാം.
അപ്പോൾ എന്താണ് ഇനി ആരാണ് പറയേണ്ടത്? ഞാൻ പറയണോ അതോ ചക്രപാണി പറയുന്നു? ഞാൻ ഇല്ല പറയണോ? പറഞ്ഞു. ഞാൻ എല്ലാവരും ഒന്ന് എന്താന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അനലൈസ് ചെയ്തിട്ട് പറയാം. ഓക്കെ ഓക്കെ. എൻ്റെ ബ്രാൻഡ് ന്യൂയുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട സ്പൈഡർമാൻ പടം സിവിൽ വാർ ഒഴിച്ച് നിർത്തിയാൽ അല്ല അപ്പം എൻ ഗെയിം ഉൾപ്പെടുത്തേണ്ടി വരും, ഇൻഫിനിറ്റി വാർ ഉൾപ്പെടുത്തേണ്ടി വരും അല്ലേ? ഓക്കെ, പ്രോപ്പർ സ്പൈഡർമാൻ പടമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട സ്പൈഡർമാൻ മൂവി. നോ വേ ഹോം ഞാൻ തിയേറ്ററിൽ പോയി കാണണം എന്ന് വിചാരിച്ചു, പക്ഷെ അന്നേരം കോവിഡൊക്കെ ആയിരുന്നുകൊണ്ട് വാക്സിൻ എടുത്ത് 2 ഷോട്ടിൻ്റെയും ഇത് കാണിച്ചാൽ തിയേറ്ററിൻ്റെ അകത്ത് കയറ്റൂ എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഞാൻ ഒരു ഷോട്ട് എടുത്തിട്ട് മറ്റേത് പിന്നെ എടുക്കുക ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നുകൊണ്ട് ഞാൻ അന്നേരം അതിന് പോയില്ല. അന്നേരം പിന്നെ അവരത് പരിഷ്കരിച്ചു എന്ന് തോന്നുന്നു. ഒരെണ്ണമാണേലും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എന്തോ അത് അന്നേരമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു പ്രോപ്പർ സ്പൈഡർമാൻ ഫിലിം എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ. പക്ഷെ ആദ്യമായിട്ട് പുള്ളീനെ കാണുന്നത് സിവിൽ വാർ ഞാനും നമ്മുടെ ഡോക്ടർ സിൻസും കൂടെ ഒരുമിച്ചാണ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത്. അന്ന് തന്നെ ഞങ്ങൾ 24 കണ്ടു. അപ്പം ബാക്ക് ടു ബാക്ക് സിനിമകളായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ്, പിന്നെ ഇൻഫിനിറ്റി വാർ, എൻ ഗെയിം അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു മൊത്തത്തിലൊരു മാർവൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു ജേണി പറയുകയാണെങ്കിൽ, അയൺമാൻ ഒക്കെ ഞാനിങ്ങനെ ഒരു DVD എനിക്കറിയാവുന്നൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ അടുത്തു നിന്നാണ് ഞാൻ DVD റെൻറ്റ് ചെയ്യാറ്. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്കൂളിൽ DVD റെൻറ്റിന് കൊടുത്ത് ഞാൻ സൈഡ് ബിസിനസ്സായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ DVD എംപയർ ബിസിനസ്സിൽ ഈ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോകുമ്പോഴേക്ക് ഈ അയൺമാൻ്റെ CD അവിടെ ഇരിക്കുന്നതാണ്. അപ്പം എനിക്കൊരു അയൺമാൻ കാണും, പിന്നെ തോർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാണണം എന്നുള്ള രീതിയിൽ അന്നേരം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്തോ അത് കുറേ അയൺമാൻ എപ്പോഴും കാണും, എപ്പോൾ കണ്ടാലും അതിങ്ങനെ അതിൻ്റെ CD വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കും. പക്ഷെ പിന്നെ ഞാനത് പുഷ് ചെയ്ത് വെച്ചു. എനിക്ക് തോന്നുന്നു ആദ്യം ഈ MCU ഇതിൻ്റെ അകത്ത് ആദ്യം കാണുന്നത് ഞാൻ ഇൻക്രെഡിബിൾ ഹൾക്കാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലേഡ് അല്ലെങ്കിൽ ഗോസ്റ്റ് റൈഡർ പോലുള്ള പടങ്ങളൊക്കെ കാര്യം മാർവലിൻ്റെ ആണെങ്കിലും അതൊന്നും MCU അല്ലല്ലോ. അപ്പം ഒരു മിനിറ്റ്. അപ്പം അതൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഹൾക്ക് മുതലാണ് എൻ്റെ MCU ജേണി തുടങ്ങുന്നത്. പിന്നെ അയൺമാൻ കണ്ടു, പിന്നെ തോറ്, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയത്താണ് ഈ അവഞ്ചേഴ്സിൻ്റെ ഇത് വരുന്നത്. 2012 അത് വരുന്നത്. അപ്പം അതിൻ്റെ DVD ആണ് കാണുന്നത്. അപ്പം അത് കണ്ടപ്പോഴാണ് ഇവരെല്ലാം ഒരേ യൂണിവേഴ്സിലാണെന്നും ഇതെല്ലാം ഒരു ഇതാണ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത് എൻ്റെ ഒരു കസിനാണ് ഇങ്ങനെ ഇത് കാണിക്കുന്നത്. എന്നിട്ട് ഞാനത് അതിൻ്റെ CD എത്ര പ്രാവശ്യം റിപ്പീറ്റ് വാച്ചിൽ കണ്ടു എന്ന് എനിക്കറിയാം. എനിക്കത് പടം ഭയങ്കരമായിട്ട് അന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പടം കാണുന്ന പോലത്തെ ഒരു ഫീലൊക്കെ. പിന്നെ ഏജ് ഓഫ് അൾട്രോൺ ഞാൻ തിയേറ്ററിലാണ് പോയി കണ്ടത്. പിന്നെ അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ജേണിയാണ് എൻ്റേത്. പിന്നെ MCU ഈ ക്യാരക്ടേഴ്സിനൊക്കെ സ്പൈഡർമാനൊക്കെ ഓബ്വിയസ്ലി നമ്മൾ ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഈ തമിഴിലൊക്കെ ഇങ്ങനെ ഡബ് ചെയ്ത് വരുന്നവരെ ഞാൻ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഒരു ജോക്ക് ഉണ്ടായിരുന്നല്ലോ, ഈ ചിലന്തി മാപ്പിളൈ എന്ന് പറഞ്ഞിട്ട് ഡബ് വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അകത്ത് വരുന്നത്, പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് അങ്ങനെയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് ഞാനത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നോട് സ്കൂളിലെ ഫ്രണ്ട്സ് പറയുന്നത് റിയലി അത് അങ്ങനെ തന്നെയാണ് ഡബ് ചിലന്തി ചെയ്തവരുടെ മാപ്പിള എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വിശ്വസിച്ചായിരുന്നു. എന്നെ വിശ്വസിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് എനിക്കറിയാം. അപ്പം മമ്മി റിട്ടേൺസ്, അമ്മച്ചി തിരുമ്പി അമ്മച്ചി തിരുമ്പി വന്നാച്ച് ഞാൻ വിശ്വസിച്ചു ശരിക്കും അങ്ങനെയാണ്. അതായത് ജുറാസിക് പാർക്കിന് എന്തോ പെരിയ പല്ലിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണെന്നാണ്. അതെനിക്കറിയില്ല, അത് ഞാൻ കേട്ടിട്ടില്ല. അമ്മച്ചി തിരുമ്പി വന്നാച്ച് വരെ പവിഴജെട്ടി ഉണ്ടായിരുന്നു, അറിയോ? പവിഴജെട്ടിയോ? പവിഴജെട്ടിയാ എന്തത്? സൂപ്പർമാനാണ്. പവിഴജെട്ടി എന്ന് പറഞ്ഞ
ഹാർബറാണല്ലോ. അതെ, തീർച്ചയായും. യെസ്. അപ്പോൾ അങ്ങനെ ആം, അന്നേരമൊക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സ്പൈഡർമാൻ ഇതിലോട്ടൊക്കെ ഈ സൂപ്പർ ഹീറോ പടങ്ങളിലോടൊക്കെ മൊത്തത്തിൽ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇത് ചിലപ്പം നിങ്ങളിൽ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പം ചിലർക്കൊക്കെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പലർക്കും ഈ നമ്മൾ ഈ അന്നേരം ഇങ്ങനെ ഞാനൊക്കെ ഈ കോമിക്സ് വായിച്ച് വളർന്നു വന്ന കൂട്ടത്തിലുള്ള ആൾക്കാരല്ല. നമ്മുടെയൊക്കെ കോമിക്സ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന ബാലരമ, ബാലമംഗളം അതൊക്കെയായിരുന്നു നമ്മുടെ കോമിക്സ്. ഡിങ്കനും ജമ്പനും തുമ്പനും ഒക്കെ ആയിരുന്നു നമ്മുടെ സൂപ്പർ ഹീറോസ് ആ സമയത്ത്. പക്ഷേ എങ്ങാലും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് പലരുടെയും ലൈഫിൽ അവർ അനുഭവിച്ചിട്ടുള്ള പല ട്രോമാറ്റിക് ആയിട്ടുള്ള പല സിറ്റുവേഷനുകൾ അവൾ ഓവർകം ചെയ്തത് ആ, ഇങ്ങനെ ചില ഡിസ്ട്രാക്ഷൻസിലൂടെയാണ്, കോമിക്സിലൂടെയൊക്കെ. അപ്പം അത് എനിക്കും കുറച്ച് റിലേറ്റബിൾ ആണ്. കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല സംഭവങ്ങളിലെയും ഞാൻ അതിജീവിച്ചത് ഇങ്ങനത്തെ ഈ സൂപ്പർ ഹീറോ മൂവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫിക്ഷൻ അതൊക്കെ എഴുതുക, അങ്ങനത്തെ അത് എൻ്റെതായിട്ടുള്ള ശരിയാണ്. അത് അതെ ദിഗുവിന്റെ ഒരു ദിഗു ഒരു എന്താണ് സ്റ്റിക്മെന്റ് ഫിഗർ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുള്ള ഒരു അതെ അതെ ചെറിയ അതെ അതെ. ഫാക്ട് ഉണ്ട്. അപ്പം എൻ്റെ സ്റ്റിക്മെൻ്റെ അകത്ത് സ്പൈഡർമാൻ ആയിരുന്നു പലതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ. പുള്ളി ഓ ആണോ? ബലവിടുന്നതൊക്കെ ഉണ്ട് ഉണ്ട്. നൈസ്. യെസ് യെസ്. അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ എനിക്കിതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ് ഈ സൂപ്പർ ഹീറോ പടങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ടോം ഹോളണ്ട് പടങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ നോ വേ ഹോം ഉണ്ട്. പക്ഷേ അതായത് ഇപ്പോൾ ഒരു പ്രോപ്പർ ഇപ്പം ഈ ടോം ഹോളണ്ട് പടങ്ങളിൽ എപ്പോഴും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി അയൺമാൻ ജൂനിയർ ആണെന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്. അത് സോണിക്കും മാർവലുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. എല്ലാ പടത്തിലും ഒരു അവെഞ്ചറെങ്കിലും മിനിമം അറ്റ്ലീസ്റ്റ് വരണം എന്നുള്ള രീതിയിൽ. അപ്പം അവർ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തു. അപ്പം അതാണ് ഇതിൻ്റെ ഈ ടോം ഹോളണ്ട് പടങ്ങളിൽ എപ്പോഴും ആൾക്കാർ മെയിനായിട്ട് കംപ്ലൈൻറ്റ് പറയുന്നത്. ഭയങ്കര കൂടുതൽ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു ജൂനിയർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം വില്ലന്മാരാണെങ്കിലും ഇതുവരെയുള്ള 4 പടങ്ങളിൽ നോക്കിയാലും സ്പൈഡർമാൻ്റെ വില്ലന്മാരായിട്ട്, അതായത് ടോം ഹോളണ്ടിന് വില്ലനായിട്ട് ഇതിൻ്റെ അകത്ത് ആരുമില്ല. അല്ല, ഈ 4 പടങ്ങളിലും ഇല്ല. എല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് പടത്തിലാണേലും അത് ടോണി സ്റ്റാർക്ക് ക്രിയേറ്റ് ചെയ്ത ഡാമേജ് കൺട്രോളിൽ കാരണം പണി പോയ ഒരാൾ ഇതിലോട്ടൊക്കെ റോബറിയിലോട്ടൊക്കെ ഇറങ്ങുന്ന രീതിയിലാണ് ആദ്യത്തേതിൻ്റെ അകത്ത് വൾച്ചറിൻ്റെ ക്യാരക്ടർ വരുന്നത്. സെക്കൻഡിൻ്റെ അകത്ത് ടോണി സ്റ്റാർക്ക് അവൻ്റെ ടെക്നോളജി ഏറ്റെടുത്തത് കൊണ്ടും പുള്ളിയുടെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ നിന്ന് ഫയർ ചെയ്യപ്പെട്ട എംപ്ലോയീസ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പരിപാടി ചെയ്യുന്നു. അതിൽ സ്പൈഡർമാൻ യാദൃശ്ചികമായി വന്നു പെടുന്നു, മറ്റേതിൻ്റെ അകത്തെ പോലെ. അങ്ങനെ രണ്ടാമത്തേൻ്റെ അകത്ത്. മൂന്നാമത്തേൻ്റെ അകത്ത് ടോണി സ്റ്റാർക്കിൻ്റെ ആൾക്കാരില്ലെങ്കിലും മറ്റ് സ്പൈഡർമാൻ്റെ വില്ലന്മാരെല്ലാം ഈ യൂണിവേഴ്സിലോട്ട് വരുന്നു. അതിൽ യാദൃശ്ചികമായിട്ട് നമ്മുടെ സ്പൈഡർമാൻ ചെന്നുപെടുന്നു. നാലാമത്തേൻ്റെ അകത്ത് ജീൻ ഗ്രേ ഡാമേജ് കൺട്രോളിൻ്റെ അകത്തുനിന്ന് പുള്ളിക്കാരത്തിയുടെ സിസ്റ്ററിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിൽ വില്ലത്തരം കാണിക്കുന്നു. അതിൽ യാദൃശ്ചികമായിട്ട് നമ്മുടെ സ്പൈഡർമാൻ വന്നുപെടുന്നു. അപ്പം അങ്ങനെ എല്ലാം പുള്ളി യാദൃശ്ചികമായിട്ട് മറ്റുള്ളവരുടെ വില്ലന്മാരെ നേരിടുന്ന പരിപാടി പോലെയാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. അപ്പം അല്ലെങ്കിലും ഈ ടെക് യൂസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഇൻസോംനിയാക്കിൻ്റെ ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇൻസോംനിയാക്കിൻ്റെ അത് PS4 PS5ൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഗെയിമുകളാണ്. പക്ഷേ എനിക്ക് ആ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു PC ഗെയിമറാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ PC വേർഷനാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിലും സ്പൈഡർമാൻ പീറ്റർ പാർക്കർ പൊതുവേ മാർവൽ യൂണിവേഴ്സിൽ നോക്കുകയാണെങ്കിൽ അതീവ ജീനിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു റീഡ് റിച്ചാർഡ്സ് ആണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോണി സ്റ്റാർക്ക്, ഡോക്ടർ ഡൂം ഇവരൊക്കെ കഴിഞ്ഞാൽ പീറ്റർ പാർക്കർ, പീറ്റർ സ്റ്റാർക്ക് എന്ന പറയുന്നത് പീറ്റർ പാർക്കറാണ് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആയതുകൊണ്ടാണ് പുള്ളി കോമിക്സിലൊക്കെ ഈ ഓർഗാനിക് വെബ് ഷൂട്ടിംഗ് പരിപാടി നമ്മുടെ സാം റെയ്മിയുടെ വക ഒരു കൊണ്ടുവരലായിരുന്നു. സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ പുള്ളീനെ 8 കാലി റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിക്കുന്നു, ബാക്കിയുള്ള പവേഴ്സൊക്കെ കിട്ടുന്നു. പക്ഷേ ഈ വലവിടുന്നത് ഓർഗാനിക്കിന് പകരം പുള്ളി തന്നെ ഇൻവെൻറ്റ് ചെയ്ത്
വെബ് ഷൂട്ടേഴ്സ് വെച്ചിട്ടാണ് കോമിക്സിലും ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ജെയിംസ് ക്യാമറൂണിൻ്റെ ആണെന്ന് തോന്നുന്നൊരു സ്പൈഡർമാൻ സിനിമ. ജെയിംസ് ക്യാമറൂൺ ആണോ സ്റ്റീവൻ സ്പിൽബർഗ് ആണെന്ന് അറിയത്തില്ല. ഇവർ രണ്ടുപേരിൽ ആരോ ഒരാളാണ്. ഒരു സ്പൈഡർമാൻ സിനിമ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇതുപോലത്തെ ഈ ഓർഗാനിക് വെബ് പരിപാടിയായിരുന്നു. അതൊരുമാതിരി ഒരു കുറച്ചൊക്കെ ബോഡി ഹൊറർ ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള രീതിയിൽ എന്തോ ഒരു സിനിമയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏർലി കോൺസെപ്റ്റ് ആർട്ടുകളൊക്കെ ഉണ്ട്. അതിൽ നിന്നാണ് സാം റെയ്മി ഈ ഒരു ഓർഗാനിക് വെബ് പരിപാടി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും മറ്റ് സ്പൈഡർമാൻസിനൊന്നും ആ പരിപാടി ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ ടോം ഹോളണ്ടിന് അത് നോ വേ ഹോം കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് മറ്റ് 2 പീറ്റർ പാക്കേഴ്സിൻ്റെ പല ട്രെയ്റ്റ്സും പുള്ളിയുടെ ഇതിലോട്ട് വരുന്ന രീതിയിൽ അപ്പം അങ്ങനെ ഓർഗാനിക് വെബ് ഡെവലപ്പ് ചെയ്യുന്നു. ആക്ച്വലി ഇവർ വെനം സിംബിയോട്ടിനെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഏർലി ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പം നമ്മളിപ്പം ഓർഗാനിക് വെബിൻ്റെ അരാക്നിഡ് DNA കാര്യങ്ങളൊക്കെ ഒരു വെനം ആ ഒരു സിംബിയോട്ടിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്താലും ഈ പടം അതുപോലെയൊക്കെ തന്നെ വരും. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കോമിക്സിൻ്റെ അകത്ത് വെനം ആദ്യമായിട്ട് വരുന്നത് സീക്രട്ട് വാർസിലാണ്, അവെഞ്ചേഴ്സിൻ്റെ. അപ്പോൾ അത് ഇനി വരും സിനിമയിലായിരിക്കും ചിലപ്പോൾ ആ ബ്ലാക്ക് കോസ്റ്റ്യൂം കിട്ടുന്നതും പുള്ളി അതിന് ഹെൽപ്പ് ചോദിച്ച് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ അടുത്ത് പോകുന്നതും ഒക്കെയാണ് അതിൻ്റെ കോമിക്സിൻ്റെ അകത്തുള്ളത്. സോറി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പറഞ്ഞങ്ങ് പോകും. അപ്പം അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്താണേലും ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ഇമോഷണൽ ഇതൊക്കെ പ്രത്യേകിച്ച് ആ എം ജെ ആയിട്ടുള്ള സീക്വൻസ്, ഗൾഫിൽ അവർ കട്ട് ചെയ്ത് കളഞ്ഞ ആ സാധനം, അത് കാര്യം എല്ലാവരും നമ്മൾ പല സിനിമകളിലും ഈ ട്രൂ ലവ്സ് കിസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അതിലൂടെ നായകന്മാർ ഒന്നിക്കുന്നു. അല്ല അവരുടെ ഇപ്പം ഡിസ്നിയുടെ പല കഥകളിലൊക്കെ ആണെങ്കിലും മറ്റേ ട്രൂ ലവ്സ് കിസ് തവളയായിരുന്നവനെ തിരിച്ചു കൊണ്ടുവന്ന് അല്ലെ ബീസ്റ്റിനെ മനുഷ്യനാക്കി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതുപോലെയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അത് പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് അവർ കൊണ്ടുവന്നു. ഞാൻ കണ്ട തിയേറ്ററിൽ എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു ആ ഒരു മൊമെന്റ് വന്നപ്പോൾ. യെസ്, അവർ ഫൈനലി ഒന്നിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷെ എല്ലാവരും തേഞ്ഞു പോയി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു സാഡ് റിയാലിറ്റി. എനിക്ക് ഈ പടത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ ഈ മാർവലിൻ്റെ ന്യൂസൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. തിയറീസൊക്കെ നോക്കുകയും അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട്. അപ്പം ഇതിൽ പല ലീക്ഡായിട്ട് കുറേ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. ജീൻ ഗ്രേ, സേഡി സിങ്ക് ജീൻ ഗ്രേ ആണ് പ്ലേ ചെയ്യുന്നതെന്നും ഇതിൻ്റെ അകത്ത് ടൂം സ്റ്റോൺ ഉണ്ടാവും, പിന്നെ സ്കോർപ്പിയൻ, അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരു മെജോറിറ്റി പടം ഓൾറെഡി ലീക്കിൻ്റെ അകത്ത് തന്നെ കുറേ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. മറ്റേ ഏലിയന ബെലോ, അങ്ങനെയല്ലേ, ഏലിയന ബെലോവ അല്ലേ, അതല്ലേ പുള്ളിക്കാരിയുടെ പേര്? പുള്ളിക്കാരിയുടെ ബ്ലാക്ക് വിഡോ, പുള്ളിക്കാരിയുടെ സീനും ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അടക്കം ലീക്കിലുണ്ടായിരുന്നു. പക്ഷേ അപ്പം അതൊക്കെ കണ്ടിട്ടാണ് പോയതെങ്കിലും എനിക്ക് വളരെയധികം എൻജോയബിൾ ആയ കാര്യം കുറേ മൊമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പല കോമിക് കവർ ആർട്ടുകളും ഇതിൻ്റെ അകത്ത് അവർ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 50ഓളം കോമിക് കവേഴ്സ് ഏതാണ്ട് അവർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാനായിട്ട് ആദ്യം ആലോചിച്ചിരുന്നു. അതിൽ നിന്ന് കുറേയൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം കൊണ്ടുവന്നില്ലെങ്കിലും. ഇപ്പം ആദ്യത്തെ തുടക്കത്തിലുള്ള ഒരു മോണ്ടാജ് ഉണ്ടല്ലോ, ഇപ്പം പല വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ഇപ്പം അതിൻ്റെ അകത്ത് സ്കോർപ്പിയനായിട്ടുള്ളതാണെങ്കിലും ടൂം സ്റ്റോൺ ആണെങ്കിലും പിന്നെ ടെറാൻറ്റുല, പിന്നെ ആരാണ്, റാം റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ 2 സെക്കൻഡ് 3 സെക്കൻഡ് നേരത്തേക്കൊക്കെ അവരൊക്കെ ഉള്ളൂ. പക്ഷെ അതൊക്കെ പലതും പല കോമിക് ആർട്ട് കവറുകളാണ്. അമേസിങ് സ്പൈഡർമാൻ, അമേസിങ് ഫാൻറ്റസി, അങ്ങനെയുള്ള പല ഇതിൻ്റെ അകത്തുനിന്നുള്ള. അപ്പം ഇതൊക്കെ കണ്ടപ്പം മറ്റേ ഡിക്കാപ്രിയോടെ മറ്റേ മീമുണ്ടല്ലോ, മറ്റേ ടി വിയിലോട്ട് നോക്കിയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാനത് കണ്ടപ്പോൾ ഇത് അതിൻ്റെ അകത്തല്ലേ, ഇത് അതിൻ്റെ അകത്തല്ലേ എന്ന് പറയുന്നത്. പിന്നെ ഈ ഗെയിമുകൾ കളിച്ചിട്ടുള്ളതുകൊണ്ട് ഇൻസോംനിയാക്കിൻ്റെ സ്പൈഡർമാൻ ഗെയിമുകൾ, അതും 3 ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്പൈഡർമാനും കളിച്ചിട്ടുണ്ട്, മൈൽസ് മൊറാൽസ്, പിന്നെ സ്പൈഡർമാൻ 2 അതും കളിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെ പോലത്തെ കുറേ ഗെയിം മെക്കാനിക്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു പോലെ. അതായത് ഈവൻ പുള്ളി മറ്റേ ടവൽ ഉടുത്ത് വരുന്ന സീനാണെങ്കിലും ഗെയിമിൻ്റെ അകത്ത് അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്, നമുക്കതൊരു സ്കിന്നുണ്ട് നമുക്ക് എക്വിപ്പ് ചെയ്യാൻ പറ്റുന്നത്.
പീറ്റർ പാർക്കർ മാസ്കും ഈ പറഞ്ഞ പോലെ ടവലിലോ ജെട്ടിയിലോ മാത്രമുള്ള ഇതുണ്ട്, സ്കിന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്തെ പോലെ ഉണ്ട്. പിന്നെ പുള്ളി ഹാൻഡ് നിഞ്ചകളെ എല്ലാം മറ്റേ ഒരു സ്പെഷ്യൽ സൂപ്പർ മൂവ് ചെയ്ത് എല്ലാവരെയും വെബ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതും ഇതിൻ്റെ അകത്തുള്ളതാണ്. പല ഫൈറ്റ് സീക്വൻസുകളിലാണെങ്കിലൊക്കെ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ഇതിൻ്റെ അകത്ത് ജീൻ വൂൾഫ്, പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ, അത് ഈ ഗെയിമിൻ്റെ അകത്ത് യൂറി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരിയാണ് റെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പിന്നീട് മാറുന്നത്. ഇത് ആക്ച്വലി പക്ഷെ കോമിക്സിലുള്ള ക്യാരക്ടറാണ്. പുള്ളിക്കാരത്തിയുടെ ഫെയ്റ്റ് കുറച്ച് ട്രാജിക്കാണ്. അപ്പം അത് ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് ഇനി അറിയാത്തവർക്ക് ഇനി ഭാവിയിൽ സ്പൈഡർമാൻ പടം ഒരു സ്പോയിലർ ആവണ്ട. അപ്പം അവർ പിന്നെ എന്താണ്, മൊത്തത്തിൽ കൊള്ളാം പരിപാടി. ഇപ്പം പണിഷറും ഹൾക്കിൻ്റേതൊക്കെ കുറച്ച് നേരത്തേക്ക് ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവുള്ളൂ എന്ന് അറിയായിരുന്നു. എങ്കിലും അത് തിയേറ്ററിൽ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ പുള്ളീനെ ഇപ്പം വീണ്ടും അവർ തിരിച്ച് സാവേജ് ഹൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഈ ഇൻഫിനിറ്റി വാറിന് ശേഷം ഹൾക്കിനെ ഒരു പഴം വിഴുങ്ങിയാക്കി എന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ. അപ്പോ അല്ല, യെസ്, ഇത്ര നേരം ഇരുന്ന് റാൻറ്റ് ചെയ്തിട്ട് നീ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് നിനക്ക് ഈ മൂവി, ഹൗ ഇസ് ദിസ് മൂവി ബെറ്റർ ദാൻ ദ അതർ വൺസ്? എന്താണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞില്ലല്ലോ. റീസൺ അതായത് ഇപ്പം മറ്റ് പടങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ടോണി സ്റ്റാർക്ക് ജൂനിയർ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ പല പടങ്ങളിലും. അതായത് ഇപ്പം നമുക്കെല്ലാവർക്കും പീറ്റർ പാർക്കർ എന്തുകൊണ്ടാണ് റിലേറ്റബിൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് സ്റ്റാൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ ഒരു ടീനേജർ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ. അപ്പം പുള്ളിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പീറ്റർ പാർക്കർ എന്ന് പറയുന്നത് തന്നെ പ്രശ്നങ്ങളുടെ നടുക്കുള്ള ഒരു സൂപ്പർ ഹീറോ ആണ്. എനിക്ക് തോന്നുന്നു കോമിക്സിന്റെ അകത്ത് ബാറ്റ്മാനും പീറ്റർ പക്ഷെ അത് പാർക്കറും എല്ലാ സൂപ്പർ ഹീറോസിന്റെ ലൈഫ് അങ്ങനെയല്ലേ? ഇപ്പൊ അല്ല ക്യാപ്റ്റൻ അല്ല അമേരിക്കയൊക്കെ ഒരു ദുരന്താണല്ലോ മൊത്തത്തില്. അല്ല ക്യാപ്റ്റൻ അമേരിക്ക ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. പീറ്റർ പാർക്കർ അനുഭവിച്ചിട്ടുള്ള അത്രയും ദുരന്തങ്ങൾ എനിക്ക് തോന്നുന്നില്ല കോമിക്സിന്റെ ചരിത്രത്തിൽ ആരും അനുഭവിച്ചിട്ടുണ്ടാകുന്നത്. കാര്യം പുള്ളീനെ ഇപ്പം ഓൾട്ടർനേറ്റ് യൂണിവേഴ്സുകൾ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, ഓൾട്ടർനേറ്റ് വേർഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പോലും ഈ സ്പൈഡർമാൻ സമാധാനം റൈറ്റേഴ്സിന് ഇല്ല. പുള്ളിയോടൊരു ഒരു ആ, ഒരു വെഞ്ചൻസ് ഉള്ള പോലെയാണ്. അതായത് ഒരെണ്ണത്തിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിച്ചിട്ട് അവന് റേഡിയോ ആക്റ്റീവ് ഇൻഫെക്ഷൻ വന്ന് ചാവുന്നു, അല്ലെങ്കിൽ അവൻ വില്ലനായി മാറുന്നു, ഇല്ല അവൻ്റെ ആൻമേനെ ആരെങ്കിലും തട്ടുന്നു, ഇല്ലെങ്കിൽ ഇപ്പം ബ്രാൻഡ്ന്യൂഡയുടെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കോമിക് തന്നെ എടുക്കുകയാണെങ്കിൽ ആൻമേ ഇപ്പം സിവിൽ വാർ കോമിക്സിൽ നടന്ന ഒരു പരിപാടിയാണ്. അപ്പം അതായത് സൂപ്പർ ഹീറോസ് എല്ലാം രജിസ്റ്റർ ചെയ്യണം, അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത്. അപ്പം ഒരു സൈഡ് അയൺമാൻ്റെ കൂടെ, ഒരു സൈഡ് ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ, പടത്തിൻ്റെ അകത്ത് പോലെ തന്നെ. അപ്പം അതിൽ പീറ്റർ പാർക്കറൊക്കെ അയൺമാൻ്റെ സൈഡായിരുന്നു. അപ്പം അതിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കും സ്പൈഡർമാനും തൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് വെളിവാക്കേണ്ടി വന്നു. കാര്യം ഈ പ്രോ രജിസ്ട്രേഷൻ ഇതിൻ്റെ കൂടെ ആയിരുന്നല്ലോ പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ പുള്ളിക്ക് വെളിവാക്കേണ്ടി വരുന്നു. പക്ഷെ ആ ഐഡൻറ്റിറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പം വില്ലന്മാരെല്ലാം പുള്ളിയുടെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആൻമേനെ ആരാണ്ട് വെടിവെക്കുവോ അങ്ങനെ എന്തോ ചെയ്യും. അത് ഇവന്റെ അപ്പം കയ്യിലിരിപ്പുണ്ടല്ലേ, ഇവൻ മര്യാദക്ക് മറ്റേ സൈഡിൽ അതിൻ്റെ സാഹചര്യങ്ങളുണ്ട്. അത് വലിയ കോമിക്കാണ്. അപ്പം അതിൻ്റെ അകത്ത് അപ്പം അങ്ങനെ ആൻമയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. അപ്പം അത് ഇതിൻ്റെ സിനിമയ്ക്കകത്ത് എന്താ പറയുന്നത്, ഈ ഐഡൻറ്റിറ്റി എല്ലാവരിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് പോയ പോലെ മറ്റേൻ്റെ അകത്ത് പുള്ളി പോയത് മെഫിസ്റ്റോയുടെ അടുത്താണ്. അതായത് മാർവൽ സത്താൻ എന്ന് പറയുമല്ലോ, ഡെവിൾ, പുള്ളിയുടെ അടുത്താണ് പോയത്. അപ്പോൾ പുള്ളി അത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് ചെന്നു, എന്നിട്ട് അവരൊരു ഡീല് വെക്കുന്നതാണ്. അപ്പം അതിൻ്റെ മെഫിസ്റ്റോയുടെ ഡീൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി സാധാരണ സോൾ ആണ് വാങ്ങിക്കാറ്. ഇത്തവണ പുള്ളി പറഞ്ഞു, നിൻ്റെയും മേരി ജെയിൻ്റെയും കല്യാണമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. ആൻമയുടെ ജീവൻ രക്ഷിക്കാം, നിൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ വീണ്ടും എറേസ് ഒക്കെ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം അത് നടക്കാൻ പാടില്ല, അതെനിക്ക് വേണം എന്ന് പറഞ്ഞു.
അങ്ങനെ ആൻമയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനത് സമ്മതിക്കും. പുള്ളി അത് എല്ലാം പറഞ്ഞ പോലെ ഡീൽ അനുസരിച്ച് ശരിയാക്കി കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ കല്യാണം നടന്നില്ല എന്നുള്ള രീതിയിലാവും. അങ്ങനെ അവൻ്റെ ഐഡൻറ്റിറ്റി റീസെറ്റ് ചെയ്ത് ബ്രാൻഡ് ന്യൂ ഡേ എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ന്യൂ ഇതായിട്ട് അങ്ങനെയാണ് കോമിക്സിൽ കണ്ടത്. അപ്പോൾ അതായത് പറഞ്ഞത് എന്തൊരു ഈ ഇതിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളുടെ നടുക്കാണെങ്കിൽ പോലും വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ എന്താ പറയുന്നത്, ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ട് പോവുകയും ഒരിക്കലും പുള്ളി ഒരു ഈവിൾ ടേൺ എടുത്ത് പോകുന്നില്ല. ഉം. എപ്പോഴും ഒരു ഒരു ഈയിടെ ഒരു ടോം ഹോളൻഡിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പം അതിൽ പുള്ളി ഒരു കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിനക്ക് സ്പൈഡർമാൻ ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയുന്നത് ബിക്കോസ് ഈസ് കൈൻഡ് എന്നുള്ളതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പം അതാണ് പീറ്റർ പാർക്കർ അല്ലെ സ്പൈഡർമാൻ്റെ ഒരു ഗുണം. എന്തൊക്കെ ഇത്രയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും പുള്ളിയുടെ ആ ഒരു 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 ക്യാരക്ടർ വിട്ടിട്ട് ഇപ്പം പണിഷറിന് പോലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു പോകുന്ന ആർക്കും എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. അതാണ് പീറ്റർ പാർക്കറിന്റെ ഒരു ബേസ് ഒരു ക്യാരക്ടർ. അപ്പം ഇത്രയധികം പ്രശ്നങ്ങളിലൊക്കെ ഇടയിൽ പോലും പുള്ളിയുടെ ആ ഒരു നേച്ചർ വിടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട പടങ്ങളിൽ കഴിഞ്ഞ 3 പടങ്ങളിൽ വെച്ച് നോക്കിയാലും ഈ പറഞ്ഞ പോലെ പീറ്റർ പാർക്കർ ആക്കുന്ന ചില പരിപാടികളുണ്ട്. അതായത് റെന്റ് അടയ്ക്കാൻ പറ്റത്തില്ല, ജോലിയുടെ ഇടയ്ക്ക് പോയി ഇതിന്റെ ഇടയിൽ പോകുന്നു, 100 കൂട്ടം പ്രശ്നങ്ങൾ ജീവിതത്തിൽ, ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ചു എവിടെ വെച്ച് ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് എന്ന് പറയത്തില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് ഇവര്. അപ്പൊ ആ അവസ്ഥയൊക്കെ നമുക്ക് ഈ പടത്തിൽ കാണാം. അപ്പൊ ആ ഒരു തിരിച്ച് പുള്ളിനെ മറ്റാരുടെയും ഇതിൻ്റെ അകത്ത് വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പണിഷർ വരുന്നുണ്ട്, ഹൾക്ക് വരുന്നുണ്ട്, ജീൻ ഗ്രേ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും മെജോറിറ്റി ഇതിന്റെ കഥ മുഴുവൻ സ്പൈഡർമാനെ ഫോക്കസ് ചെയ്ത ഇവരൊക്കെ ആ കഥേനെ എൻഹാൻസ് ചെയ്യാൻ വരുന്ന ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. മറ്റേതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. ഇപ്പം മറ്റ് സ്പൈഡർമാൻമാർ വരുമ്പോഴാണേലും അല്ലെങ്കിൽ ടോണി സ്റ്റാർക്കിൻ്റെ ഇതുമായിട്ട് വന്ന് അങ്ങനെ ആ ഒരു ഇതിൽ ആംഗിളിൽ പോകുന്നുണ്ട്. ഇതിലങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു റീസെറ്റ് ടു സീറോ എന്നുള്ള രീതിയിലാണ്. പീറ്റർ പാർക്കറിൻ്റെ കഥയാണ്. അവൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ടോണി സ്റ്റാർക്ക് കൊണ്ട് കൊടുത്തതൊന്നുമല്ല, പുള്ളി ഉണ്ടാക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ 3D പ്രിൻ്ററൊക്കെ അവിടെ നിന്ന് ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഡംസ്റ്റർ ഡൈവ് ചെയ്തു എന്നൊക്കെയാണ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വേണം പറയാൻ പറ്റുന്നത്. പക്ഷെ അവന് വേറെ ടെക്നോളജി ഒന്നുമില്ല. ഇപ്പം അയൺമാൻ്റെ മറ്റേ സാറ്റലൈറ്റ്സോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന എയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൽ പുള്ളിയാണ് മെയിനായിട്ട്. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ പിന്നെ മറ്റ് ഈ ബാക്ക് ടു ദ റൂട്ട്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം. ബാക്ക് ടു ദ റൂട്ട്സ് എന്ന് പറയുന്ന പോലെ പിന്നെ മറ്റ് പടങ്ങളിലൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ പടത്തിനെ എൻഹാൻസ് ചെയ്യുന്നത്. അതായത് ഇപ്പം എംജെയുടെ നീ പറഞ്ഞ പോലെ എനിക്കും എംജെയുടെ ക്യാരക്ടർ ഈ ഫസ്റ്റ് പടത്തിലൊക്കെ ഒരു ഒന്നാമത് എനിക്ക് സെൻഡായുടെ ഇത് എനിക്ക് ചിലപ്പോൾ യുഫോറിയയുടെ ഇതിൻ്റെ അകത്തൊക്കെ വരുന്നു ഏകദേശം പുള്ളിക്കാരിയുടെ മിക്കതിൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ളതിൻ്റെ അകത്തൊക്കെ ഏകദേശം കുറെ സിമിലർ ട്രേറ്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ്. അതെ അതെ അതെ. പക്ഷെ അങ്ങനെ അല്ലാത്ത റോളുകളും പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കണ്ടിട്ടുള്ളതിലൊക്കെ ഇതൊക്കെ തമ്മിൽ ഒത്തുപോകുന്ന ക്യാരക്ടേഴ്സാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തേൻ്റെ അകത്ത് എംജെനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഓവർ ദ ഫിലിം അവരുടെ ആ ഒരു കെമിസ്ട്രി അത് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക്. അപ്പം ഈ പടത്തിൻ്റെ അകത്ത് മറ്റു പടങ്ങളുടെ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള മുമ്പത്തെ സ്പൈഡർമാൻമാരുടെ വിഷയങ്ങളും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അതെല്ലാം കൂടെ ചേർത്ത് എൻഹാൻസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഈ മറ്റു പടങ്ങളെക്കാളും എനിക്ക് കൂടുതൽ വർക്കായി. എനിക്ക് ഫാർ ഫ്രം ഹോം ആണെന്ന് തോന്നി ഈ ട്രിലജിയിൽ എനിക്ക് അല്ല ഈ ഇപ്പൊ ക്വാഡ്രോളജി ആയല്ലോ അല്ലേ, എന്താണ് ഈ 4 പടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഫാർ ഫ്രം ഹോം ആയിരിക്കും കുറച്ചുകൂടെ ഒരു അത്ര അങ്ങോട്ട് ഞാൻ ഇതിൽ റാങ്ക് ചെയ്യാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു താഴത്തെ ഇതിലോട്ട് വെക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഒരു ഫീലിംഗ്. അപ്പം ഈ പടമാണ് ഇപ്പോൾ ഒരു പ്രോപ്പർ ഒരു സ്പൈഡർമാൻ പടമായിട്ട് ടോം ഹോളൻഡിൻ്റെ സീരീസിൽ നോക്കിയാൽ കാര്യം എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് പീറ്റർ പാർക്കറിൽ വേണ്ട? അവനിപ്പം കുടുംബമില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ദുരന്തമായിട്ടിരിക്കുന്നു, ഒരു മനുഷ്യനില്ല, അവൻ ആരാന്ന് പോലും നാട്ടുകാർക്ക് അറിയില്ല. അവൻ ഒറ്റയ്ക്ക് പിന്നെ വേറെ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് പീറ്റർ പാർക്കറിന് അവൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പുഷ് ചെയ്ത് അവരെയൊക്കെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ
പ്രശ്നങ്ങളുണ്ടാവില്ല, അവർക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല എന്നുള്ളൊരിതുണ്ട്. ആ ഒരു ആംഗിള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ എന്താ പറയുന്നത്, ഒരു തീർത്ഥാടനം പോലെയൊക്കെ പോകണം, ഒറ്റയ്ക്ക് മറ്റ് ലോകബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് ഒരു ഒരു ജേർണി പോകണം എന്നുള്ള രീതിയിൽ ഒരു ഒരു ചിന്തയിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, കം ബാക്ക് ടു അസ്, എവിടെ പോയാലും തിരികെ വരണം എന്ന ഒരു സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇങ്ങനെ വിചാരിച്ചു എല്ലാവരെയും ഇപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, ഇപ്പം മറ്റുള്ളവരെയൊക്കെ വെറുതെ എന്തിനാ അവർക്കൊക്കെ ഒരു ഭാരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെയും ജീവിതത്തിൽ നമ്മളായിട്ട് പെയിൻ കൊടുക്കുന്ന എന്തിനാണ്. എൻ്റെ ഉള്ളിലെ പെയിൻ ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കുകയാണ്. അപ്പം അതിന് ഭേദം എന്ന് പറയുന്നത് എല്ലാവരിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇഷ്ടമുള്ളവർ, നമ്മളോട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നതാണ് ഹീലിങ്ങിന് നല്ലത് എന്നാണല്ലോ ഈ പടത്തിൻ്റെ അകത്ത് പറയുന്നത്. സെയിം ആ ഒരു ഇതാണ്. എൻ്റെ ആ ഫ്രണ്ട് എന്നോട് എന്താ പറയുന്നത്, കം ബാക്ക് ടു അസ് എന്ന് പറഞ്ഞല്ലോ. അപ്പം അവരെ ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്, ആ കൂട്ടുകാരൊക്കെ. അപ്പം അവരെ ഇന്ന് ആലോചിച്ച് ഞാൻ നിങ്ങളെയൊക്കെ വിട്ട് പോയിരുന്നെങ്കിൽ അത് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നു. അതാണ്. അപ്പം എൻ്റെ ആ ഒരു ഡിസ്ട്രക്റ്റീവ് പാത്തിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്നോട് സ്നേഹമുള്ള എൻ്റെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം പീറ്ററിനും ആ ഒരു റിയലൈസേഷൻ ആണല്ലോ വരുന്നത്. അതാണ് വേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടും, അല്ലാതെ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി ഇതാകുമല്ല. ഒരു സെൽഫിഷ് പാത്താണ് ഞാനും പീറ്ററും ചൂസ് ചെയ്തത്. പക്ഷെ അതല്ലായിരുന്നു വേണ്ടത് എന്നുള്ളതാണ്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയപ്പോൾ നിന്നോട് ഇഷ്ടമുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങൾ നീ മറന്നു എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ കുറേ രീതിയിൽ എനിക്ക് അത് കണക്റ്റ് ആയി, എനിക്ക് വർക്കായി. ഇതിപ്പോ നീ അപ്പം പറയുന്ന എക്സ്പ്ലനേഷൻ കേട്ടിട്ട് ഇത് തന്നെയാണ് ഒരു കോമൺ, എനിക്ക് തോന്നുന്നു, എല്ലാവരുടെ അഭിപ്രായം. അതായത് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്ന ആ ഒരു റൊമാൻറ്റിക് കണക്ഷൻ മാത്രമല്ല, ആ ഒരു ലോൺലിനെസ്, എന്താണ്, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഇത്, അല്ലെങ്കിൽ എന്തായിരുന്നു, ഡിറ്റാച്ച്മെന്റ് ഫ്രം ഫാമിലി, പിന്നെ റീയൂണിയൻ, അങ്ങനത്തെ സാധനങ്ങളായിട്ടാണ് ആൾക്കാർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സെയിം സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു നിനക്കും കണക്ട് ചെയ്യാൻ പറ്റിയതല്ലേ. അതെ, ആ ഒരു സംഭവം. ഇപ്പം ലോൺലിനെസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ലോൺലിനെസ് ഒരു പണ്ട് തൊട്ടേ വലിയൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക്, ഇപ്പം ഇതിൽ പീറ്റർ അവൻ സ്പൈഡർമാൻ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തപ്പോഴാണ് അവൻ്റെ DNA കൂടുതൽ അതിനോട് മ്യൂട്ടേറ്റ് ചെയ്ത് അങ്ങനെ ആയത്. അപ്പം അതൊരു ഒരു അർത്ഥത്തിലൊരു ഇതാണ്, എന്താ പറയുന്ന, ഒരു സിംബോളിസം പോലെയാണ്. നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഇത് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരിൽ നിന്ന് ഒരു എന്തൊക്കെ എത്ര നമ്മൾ ഇൻട്രോവേർട്ട് ആ പരിപാടിയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്താലും കുറച്ചൊക്കെ നമ്മൾക്ക് ഹ്യൂമാനിറ്റി ആയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് ഒരു ചെറിയ കണക്ഷൻ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വേണം. എൻ്റെ എന്തോ ഒരു കുത്തി പറയുന്നത് ആ ഒരു കണക്ഷൻ വേണം. ഇല്ലെങ്കിൽ നമ്മളൊരു സാവേജ് മോഡിലോട്ട് പോകും. ഡിഗ്രി സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്ന ഒരു മോഡിലോട്ടൊക്കെ ട്രാൻസ്ഫോർം ആവും. അത് മറ്റുള്ളവർക്ക് നല്ലതായിരിക്കില്ല, എനിക്ക് നല്ലതാണ്, എനിക്കത് സുഖമാണ്. എനിക്ക് നമുക്ക് വേറെ അതുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യാൻ, ഐ മീൻ വർക്ക് ചെയ്തില്ലെന്നല്ല, എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അതല്ല പറഞ്ഞു. പക്ഷെ ആ ഒരു, ഞാൻ പറയില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ഈ പടമാണ് ഏറ്റവും ഈ ലിസ്റ്റ്, ഇപ്പൊ ഒരു ലിസ്റ്റ് എടുത്തിട്ട് റാങ്ക് ചെയ്യുകയാണെങ്കിൽ യു പുട്ട് ദിസ് അറ്റ് ദ ടോപ്പ് എന്ന് പറയുമ്പോൾ എനിക്കത് ടോപ്പിൽ വരാത്തതിന്റെ കാര്യം മേ ബി അതുകൊണ്ടായിരിക്കും. എനിക്ക് മറ്റേതിനകത്തിൽ, അതായത് തേർഡ് പടത്തിനകത്ത് തോന്നിയ ആ ഒരു രോമാഞ്ചം, അല്ലെങ്കിൽ ഇമോഷൻ, ഞാൻ കുറച്ചുകൂടെ സ്കെയിലിൽ കുറച്ചുകൂടെ വലുതായിരുന്നു. വ്യത്യാസമുണ്ട്. എനിക്കൊന്നും ഇത് സ്കെയിൽ വെച്ച് നോക്കിയാലും ഫസ്റ്റ് പടം ഒരു സെക്കൻഡ് പടത്തിന് അത്രയൊക്കെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഒരു ഹ്യൂജ് സ്കെയിൽ ഇല്ലല്ലോ കമ്പാരിറ്റീവ്. അല്ല, അവരത് മനഃപൂർവ്വം അത് ചെയ്തതാണ്. കാര്യം യുവർ ഫ്രണ്ട്ലി പക്ഷെ നെയ്ബർഹുഡ് അത് സ്പൈഡർമാൻ ആണല്ലോ. എനിക്ക് ആ സ്കെയിലില്ലായ്മ ആ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയില്ല ആക്ച്വലി. വലിയ എന്താണ് കുറവായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം എനിക്കപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണത് കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് തോന്നിയത്. ഈ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ കണക്റ്റായി. ആ ഒരു അത് എന്താ പറയുന്നത്, അവർ ആ ഒരു സിംബോളിസം ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചുകൂടെ നമ്മൾ ചെറിയ ചില കണക്ഷൻസ് ഒക്കെ വേണം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളായി മാറും. ആ മറ്റൊരാൾ അത്ര സുഖമുള്ള ആളായിരിക്കത്തില്ല. പേഴ്സണലായിട്ട് പറയുക, നമ്മുടെ ലലുജി പറയുന്ന പോലെ സ്വന്തം അനുഭവത്തിൽ ഇപ്പോഴത്തെ എന്നെ അല്ലേ നിങ്ങൾക്കൊക്കെ കൂടുതൽ അതിന് പണ്ടത്തെ നിന്നെ ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ, അറിയാതിരിക്കുന്നതായിരിക്കും ഭേദം. ഞാൻ നിങ്ങളുടെ അടുത്ത പറഞ്ഞേ, ഇവർക്കാർക്കും അറിയില്ല. ഇവർക്ക് അറിഞ്ഞു കഴിഞ്ഞാല് ചാനലിൽ ഒരുത്തനൊന്നും വരാൻ സാധ്യതയില്ല. യെസ്,
അപ്പോൾ അതൊക്കെയാണ് തീർച്ചയായും. എൻ്റെ ഒരു അനുഭവം. ഞാൻ ഇനി കൂടുതൽ പറയുകയാണെങ്കിൽ ചക്രപാണി ചിലപ്പോൾ ഇരുന്നുറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മിസ്റ്റർ ചക്രപാണി, എന്താണ് താങ്കളുടെ അനുഭവം? പറയൂ. എങ്ങനെയുണ്ടായിരുന്നു ബ്രാൻഡ് ന്യൂ ഡേ? എപ്പിസോഡ് ആ ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്തത് എനിക്ക് താങ്കളാണല്ലോ. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ആ, പറയാനായിട്ടൊരു ചേതോ എനി വികാരം ഉണ്ടല്ലോ. അപ്പം എന്താണത്? ആ, എനിക്കത് ആക്ച്വലി for me this is one of the finest Spider-Mans that I've ever seen. എനിക്ക് ടോബി മെഗ്വയറിൻ്റെതാണ് എൻ്റെ ആദ്യത്തെ സ്പൈഡർമാൻ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അമേസിങ് സ്പൈഡർമാൻ എനിക്ക് കാണാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വളരെ ലേറ്റായിട്ടാണ് ആ സിനിമ കണ്ടത്. കാരണം ടോബി മെഗ്വയർസ് സ്പൈഡർമാൻ വാസ് സോ ക്ലോസ് ടു ഹാർട്ട് ആൻഡ് എനിക്ക് വേറെ ആരെയും അങ്ങനെ അധികം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ കുറച്ചുകൂടെ പിന്നെ ഓപ്പണായിട്ട് മൂവീസ് വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അമേസിങ് സ്പൈഡർമാൻ കണ്ടത്. അതും എനിക്കിഷ്ടമായിരുന്നു. ബട്ട് അഗൈൻ ആഫ്റ്റർ വാച്ചിങ് ടോം ഹോളൻസ് സ്പൈഡർമാൻ, എനിക്ക് ഒരു കാര്യം ബാക്കിയുള്ള സ്പൈഡർമാനിൽ നിന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതെല്ലാം ദിസ് മൂവി ഗേവ് മീ ബാക്ക്. സോ ഫോർ മീ പേഴ്സണലി ദിസ് ഇസ് ദ മോസ്റ്റ് ഗ്രൗണ്ടഡ്, ദ മോസ്റ്റ് റിലേറ്റബിൾ സ്പൈഡർമാൻ ദറ്റ് ഐ ഹാവ് സീൻ. ആൻഡ് ഇതിന് മുന്നത്തെ പടങ്ങളെല്ലാം എനിക്ക് ഒരുപാട് ഗിമിക്കി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈവൻ ദോ ലൈക്ക് ഈ നോവേ ഹോമും അതൊക്കെ ഒരു ഫാൻ മൂവ്മെൻറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടി. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കുറേ ഈ ക്യാമിയോസ് വെച്ചിട്ടൊക്കെ ആൾക്കാർ പടം പ്രൊമോട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നൈസായിട്ട്. അപ്പോൾ അതുപോലെ നോവേ ഒരു ഹോം ഒരു കുറേ 2020 സാധനങ്ങൾ ആയിരുന്നു. ഗിമിക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ അങ്ങനത്തെ ഒരു വൈബായിരുന്നു. അപ്പോൾ ആ ഒരു ഗിമിക്കി ഒട്ടും ഗിമിക്കി അല്ല. ദേ ഡിഡ്ന്റ് ഈവൻ ട്രൈ ടു മേക്ക് ഇറ്റ് ഗിമിക്കി. അതും സ്പൈഡർമാൻ്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഡെയിലി ക്രൈം ഫൈറ്റ് ചെയ്യുക, മോർ ഓഫ് അങ്ങനത്തെ കുറച്ച് വില്ലന്മാർ, അതൊക്കെയായിരുന്നു യൂഷ്വലി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലിയോ സിനിമ ഓർക്കുന്നുണ്ടോ? ലിയോ കണ്ടപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാർത്ഥിബനെ. ലിയോയിനേക്കാളും കൂടുതൽ ആനിമലിസ്റ്റിക് ആയിട്ട് തോന്നിയത് പാർത്ഥിബനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് കൂടുതലും ഈ പറയുന്ന പോലെ പീറ്റർ പാർക്കർ വാസ് സോ ക്ലോസ് ടു മൈ ഹാർട്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഐ വാസ് സൈലൻറ്റ് ഫോർ സം ടൈം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്യാബ് എടുത്താണ് ഞാൻ വീട്ടിൽ പോയത്. ഞാൻ മെട്രോ എടുത്ത് എനിക്ക് ക്യാബ് എടുത്ത് പോകാൻ തോന്നി പെട്ടെന്ന്. ബിക്കോസ് ഐ വാണ്ടഡ് ടു സിറ്റ് സൈലൻറ്റ് ഫോർ സം ടൈം ആൻഡ് ഐ ക്രൈഡ്. ആഫ്റ്റർ ദ മൂവി ഐ ക്രൈഡ്. ഐ ലിറ്ററലി ക്രൈഡ് ആൻഡ് ഐ വാസ് തിങ്കിങ് അബൌട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അതായത് there's a peak loneliness that was depicted, but in a more ഒരു കുറച്ച് ഹ്യൂമറിൻ്റെ എലമെൻ്റ് ഒക്കെ ഇട്ട്. പക്ഷേ ഇപ്പം ആസ് യു ഗെറ്റ് ഓൾഡർ, ലൈക്ക് ഇപ്പം ഐ റീച്ച് 30, സോ ഐ നോ ദാറ്റ് an emotion can actually trigger something in my body. അപ്പം അത് എൻ്റെ ശരീരത്തിൽ കൊണ്ടുവരുന്ന മാറ്റം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് ഈ പീറ്റർ പാർക്കറിൻ്റെ, ഐ മീൻ സ്പൈഡർമാൻ്റെ ദേഹത്ത് പുള്ളി പോകുന്ന സ്ട്രെസ്സും പുള്ളി പോകുന്ന പ്രശ്നങ്ങൾ പുള്ളിയുടെ ശരീരത്തിൽ അത് ഇത് ചെയ്യാൻ തുടങ്ങി, റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ആസ് യു ഗെറ്റ് ഓൾഡർ, ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര റിലേറ്റബിൾ. അപ്പം പിന്നെ കുറേ സീനുകളുടെ അകത്ത് പുള്ളി ഒരു ലോൺലിനെസ്സിൽ കൂടെ പോകുന്നു. പുള്ളിക്ക് തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളി വേറൊരാളുടെ ലൈഫും ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി മാറി നിൽക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. പേര് പോലും പറയാതെയും ആ ഒരു ഹീസ് ഫുൾ ഓഫ് ഗ്രീഫ്. കാരണം ഹീ നോസ് ഹൗ ദ വേൾഡ് വാസ് ബിഫോർ എന്നുള്ളത്. ആ ഒരു ടൈം ലൈൻ ചേഞ്ചും ഈ പറയുന്ന ഈ സോക്കാൾ ടൈം ട്രാവലും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഹീസ് ലെഫ്റ്റ് വിത്ത് ഓൾ ദ വെയിറ്റ് ഓർ പെയിൻ ടു ബെയർ. ബാക്കിയുള്ളവർക്കെല്ലാം കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പം അതിൻ്റെ അകത്ത് he sees his friends move on with life, but he's still stuck somewhere. പൈസ ഇല്ല, ടേക്ക് ഔട്ടിൽ നിന്ന് കഴിക്കുന്നു. ആൻഡ് ഹീസ് നോട്ട് റെസ്റ്റിംഗ്, ഹീസ് ഫൈറ്റിംഗ് എവറി ഡേ ഫോർ സംതിങ്. ഏതോ ഒരു പോയിന്റിൽ പുള്ളി തന്നെ ഓവർ സ്റ്റിമുലേറ്റ് ആയി സ്കോർപ്പിയനെ ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതി. ആ ഒരു അറ്റാക്കിൻ്റെ റിപ്പർക്കഷനായിട്ട് വേറെ ഒരു പോലീസുകാരന് പരിക്ക് പറ്റുന്നു. സോ ദിസ് ഈസ് മോർ അബൌട്ട്
പീറ്റർ പാർക്കർ ആൻഡ് സ്പൈഡർമാൻ മോർ ദാൻ ഹൂസ് ദ വില്ലൻ ഓർ വാട്ട് ഇസ് ഹാപ്പനിങ്, അങ്ങനത്തെ കുറേ സാധനങ്ങളിനകത്ത്. പിന്നെ സോ എനിക്കതുകൊണ്ട് ഭയങ്കര ഐ തിങ്ക് ഇറ്റ്സ് ദ മോസ്റ്റ് ക്ലോസ് ടു ഹാർട്ട് സ്പൈഡർമാൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോറി, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വോയിസൊക്കെ ഉണ്ട്. അപ്പോൾ സോ ആൻഡ് ഐ ലൈക്ക് ദ ഫാക്ട് ദാറ്റ് ഇത് ഒരുപാട് ഈ പറയുന്ന സ്പൈഡർമാൻ, അതായത് ഒരുപാട് അവഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ദിസ് ടു ബി ടു മച്ച് ഇൻ ടു അവഞ്ചേഴ്സ്. മേ ബി ഇത് ജീൻ ഗ്രേ വന്ന സമയത്ത് ഒരു പുതിയ യങ് എക്സ്മെൻ ഉണ്ടാകുന്ന ആ ഒരു കാണുമ്പോഴത്തേക്കും ഇറ്റ് ഫീൽസ് ഗുഡ്. ഐ മീൻ സേഡി സിംഗ് ആസ് ജീൻ ഗ്രേ വാസ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. ആൻഡ് അത് എനിക്ക് ആക്ച്വലി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ജീൻ ഗ്രേ ആയിരിക്കുമോ എന്നുള്ളത് എനിക്ക് എവിടെയോ കത്തിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പം. സോ ഞാൻ ഗ്വെൻ സ്റ്റേസി ആയിട്ട് ആയിരുന്നെങ്കിൽ ഇവർ ആ ഗ്വെൻ സ്റ്റേസി വെച്ച് പ്രൊമോട്ട് ചെയ്യാനേ അവർ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ ഹെർ ക്യാരക്ടർ വാസ് കെപ്റ്റ് അണ്ടർ റാപ്സ്. സോ ആൻഡ് ദാറ്റ് ഫൈറ്റ് സീക്വൻസ് എസ്പെഷ്യലി the ഹാൻഡു ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ദാറ്റ് വാസ് കൊറിയോഗ്രാഫ്ഡ് ബൈ ജാക്കി ചാൻ ആൻഡ് ഹിസ് ടീം. സോ അത് ഹോപ്പ് എവരി വൺ നോസ്. ഷാങ്ഷിക്ക് അവരാ ചെയ്തെന്ന് തോന്നുന്നു. അതിന്റെ ഡയറക്ടറാണല്ലോ. ഷാങ്സിയുടെ സെയിം ആണല്ലോ ഇത് ഡയറക്ട് ചെയ്തത്. അപ്പം അപ്പോൾ ഹാൻഡു ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് വിഷയം, അതായത് മാസായിരുന്നു. അത് കുറച്ചേ ഉള്ളെങ്കിലും പക്ഷെ അത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പം എനിക്ക് ആ സീക്വൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി വെൽ മെയ്ഡ് ആൻഡ് ഡൺ. പിന്നെ അത് എനിക്ക് കുറേ സീനുകളായി ഈ സിൻഡായെ ഇവൻ തിരിച്ചു കൊണ്ടുപോയി വിടുന്ന, അതായത് MJ തിരിച്ചു കൊണ്ടുപോയി വിടണം എന്നവൾ പറയുമ്പം ആ സീൻ അവർക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാമായിരുന്നു. പക്ഷെ അവൻ ഈ സ്വിങ് ചെയ്ത് പോകുന്നത് കാണിക്കുന്നുണ്ട്. ലൈക്ക് ഹീസ് ഇൻ പെയിൻ ബട്ട് ഹീ സ്റ്റിൽ ഹാസ് ടു ഡു എ ഡ്യൂട്ടി. തിരിച്ചു കൊണ്ടുപോയി വിടണമെന്നുള്ളത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ആ റെസ്പോൺസിബിലിറ്റി അവൻ ഇതിൻ്റെ ഇടയ്ക്ക് അതൊരു ഭയങ്കര മെന്റലി ഹീസ് മെഡ്ലിങ് ബിറ്റ്വീൻ എ ലോട്ട് ഓഫ് തിങ്സ്. ഒരു സൈഡിൽ കൂടെ ഇതെന്താ ആൾക്കാരുടെ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം, ഒരു സൈഡിൽ കൂടെ MJ ആയിട്ടുള്ളതിൻ്റെ ഒരു കാര്യങ്ങൾ ഷാക്കിൾസിൽ കിടക്കുന്നു. പിന്നെ വേറൊരു കാര്യം, മാർവൽ ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു സ്പൈഡർമാന് കുറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പണിഷറിൻ്റെത് കുറച്ചുകൂടെ ഡാർക്ക് ഇഷ്യൂസാണ്. അത് ഭയങ്കര ഒരു ദുരന്തം. അതാണല്ലോ ജീൻ ഗ്രേ അവന്റെ തലയിൽ കയറിയപ്പം ഇൻട്രസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ. പുള്ളി മെന്റലി ഓക്കെ അല്ല, ഡീപ് സൈക്കോളജിക്കൽ ട്രോമയുള്ള മനുഷ്യനാണ്. പെയിൻ പുള്ളി പണിഷ്മെന്റ് സ്വയം ഏറ്റുവാങ്ങുന്ന ഒരാൾ. പണിഷർ എന്നാണ് പേര്. മറ്റുള്ളവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും പുള്ളി അത് ആക്റ്റീവ്ലി പണിഷ്മെന്റ് ഏറ്റുവാങ്ങുന്ന ടൈപ്പ് ക്യാരക്ടറാണ്. അതിനൊരു ഹെൽപ്പോ അതിനൊരു റിസോൾവോ ഒന്നും ചെയ്യുന്നില്ല. സ്വയം ഡിസ്ട്രക്ഷനിലോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതൽ ആ ഒരു നിക് ഫ്യൂറി സൈഡ് അല്ലെങ്കിൽ അങ്ങനെ അവഞ്ചേഴ്സിന്റെ അതിന്റെ ഒരു കോൺസ്റ്റന്റ് ആ ഒരു ഇതിലേക്ക് പോകാത്തോണ്ടും ഇതിൻ്റെ അകത്ത് ഒരു ഈ ഓവർ ഇത്രയും ഈ 4 പടങ്ങൾ ഉണ്ടാക്കിയ ഗുണം എന്താന്ന് വെച്ചാല് അവനും ടോണി സ്റ്റാർക്കുമായിട്ടുള്ളൊരു ബന്ധം ഒരു ഭയങ്കര ഡീപ്പായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം ആ പുള്ളി പോയതിന്റെ ഗ്രീഫ് ഒരു പടത്തിൽ കാണിക്കുന്നു. ലൈക്ക് ഹീസ് ലൂസിങ് എ ലോട്ട്. ഹീ ലോസ്റ്റ് ഹിസ് ഓൺ ആണ്ട്. ഹീ ലോസ്റ്റ്, അതായത് അവൻ ആ ഒരു ഗ്രീഫ് ഉള്ളതുകൊണ്ട് രണ്ടുപേരും പോയി. അങ്കിൾ ബെന്നും പോയി, ടോണി സ്റ്റാർക്കും പോയി, പോയി. പിന്നെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും പോയി. ആൻഡ് ആ ഒരു പോയിന്റിൽ അവൻ ജീൻ ഗ്രേക്ക് കൊടുക്കുന്ന പ്രോമിസിലാണ് ജീൻ ഗ്രേ ഗോസ് ഔട്ട് ഓഫ് ഹെർ വേ ടു സേവ് ദിസ് മാൻ. ബ്രീത്ത് ചെയ്യും, അതായത് അവന് വേണ്ടി ബ്രീത്ത് ചെയ്ത് അവനെ രക്ഷപ്പെടുത്തുക. കാരണം അവന്റെ ഹെഡിൽ പോയ സമയത്ത് ആണ് ജീൻ ഗ്രേ മാറിയത്. ലൈക്ക് ഹി വാസ് ട്രൈങ് ടു ഗോ ഔട്ട് ഓഫ് ഹിസ് വേ ആൻഡ് ഹെൽപ്പ് ഹെർ. അതും ആ മറ്റേ പണിഷർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പണിഷർ ആ സമയത്താണ് പണിഷർ റിയലൈസ് ചെയ്യുന്ന പുള്ളിയുടെ അകത്ത് എമ്പത്തി ബാക്കിയുണ്ടെന്നുള്ളത്.
there is some sort of an empathy left in him എന്നുള്ളത്. അപ്പം ആ ഒരു ലൈക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഹൽക്കിൻ്റെ ക്യാരക്ടറാണെങ്കിലും അവൻ ഹൽക്കുമായിട്ട് എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹൽക്കിന് വേണമെങ്കിൽ പിടിച്ച് മുകളിലോട്ട് കയറാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഒന്ന് കാം ഡൗൺ ആവുന്നത്, ഐ എം യുവർ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി താഴോട്ട് പറഞ്ഞു വീഴുന്നത്. സോ നോക്കിയ ലൈക്ക് ദ വേ ഹി ലിവ്സ് ഹിസ് അപ്പാർട്ട്മെന്റ്, പുള്ളി പോകുന്ന ഓരോ കാര്യങ്ങൾ, പുള്ളി ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ലൈഫ് ഇരുന്ന് കാണുക. പക്ഷെ ഈ കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. എന്ത് ചെയ്താൽ അത് ഫോഴ്സ്ഫുള്ളി ഉണ്ടാവുന്ന ഒരു ബന്ധം പോലെ. അപ്പാർട്ട്മെന്റ് തന്നെ അവൻ ആ അപ്പാർട്ട്മെന്റ് ചീപ്പായിട്ടുള്ള ഇതിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിലെ ഫുള്ള് ആസ്പെറ്റോസ് ആണ് ആ ഇതിന്റെ അകത്ത് മുഴുവൻ. അപ്പൊ അതില് സാധാരണഗതിയിൽ മനുഷ്യർക്ക് അതിന്റെ അകത്ത് ജീവിക്കാൻ പറ്റില്ല, പോയിസണസ് ആയതുകൊണ്ട്. പറ്റത്തില്ല. അതുകൊണ്ടാണ് ലോ റെന്റിൽ കിട്ടുന്നതും പുള്ളി അത് എടുക്കുന്നതും അതുകൊണ്ടാണ്. അതെ. അപ്പോൾ അവന്റെ ഹിസ് എ സ്മാർട്ട് ഗായ്, അതിൻ്റെ അകത്തൊരു ഡൗട്ടും ഇല്ല. പക്ഷെ അവൻ ഈ see, this is the Spider-Man that I was actually looking for. ഞാൻ നോക്കുമ്പോഴത്തേക്കും മറ്റേ സ്പൈഡർമാൻ എന്ന് പറയുന്നത്, ഇപ്പൊ ആൾക്കാർ പറയത്തില്ലേ, ചിലർക്ക് ബെൻ ആഫ്ലെക്കിന്റെ ബാറ്റ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഐ ഓൾസോ ലൈക്ക് ഇറ്റ്, ബട്ട് ഹീസ് മോർ ലൈക്ക് ഞാൻ ഇന്നലെ കൂടെ ഡാർക്ക് നൈറ്റ് റൈസസ് കാണുന്ന സമയത്ത് ആണ് ഞാൻ ആലോചിച്ചത്, ബ്രൂസ് വെയിൻ അങ്ങ് ശരിക്കും എന്തൊക്കെ രീതിയിൽ അയാളെ ആ മനുഷ്യനെ താർക്കാൻ പറ്റുമോ അതെല്ലാം താർത്തു. ഫിനാൻഷ്യലി വരെ പുള്ളി ഒടിഞ്ഞ്, ലൈക്ക് ഹി ലോസ്റ്റ് ഓൾ ഹിസ് മണി. ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പുള്ളി ഒരു സൂപ്പർ ഹീറോ എന്നുള്ളതിന്റെ മുകളിൽ പുള്ളി ഫെയിലായി പോയത് ബ്രൂസ് വെയിൻ എന്നുള്ള രീതിയിൽ അവിടെ സെർവ് ചെയ്യാനിരുന്നു എന്നുള്ളതാണ്. ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതാണ് ഈ സ്പൈഡർമാനും ബാറ്റ്മാനും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. We know that Iron Man is very cool. We know Tony Stark is very cool. He's doing stuff for the world and stuff. പക്ഷെ Batman and Spider-Man, there is something so related, is that they go out of their way to do things. അതൊരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. ആ ഒരു ആക്ട് ഞാൻ ശരിക്കും ഫീൽ ചെയ്തത് ഇതിൻ്റെ അകത്താണ്. എനിക്കത് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നി. ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ സ്റ്റഡി, ഒരു ക്യാരക്ടർ മോൾഡ് പോലെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിയോയെക്കാളും ഇഷ്ടപ്പെട്ടത് പാർത്ഥിവനെയാന്ന് പറഞ്ഞില്ലേ, അതുപോലെ എനിക്ക് സ്പൈഡർമാനേക്കാളും ഇഷ്ടപ്പെട്ടത് പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ സ്പൈഡർമാൻ ആവുന്നത് ആ സ്പൈഡറിന്റെ സൂട്ട് ഇട്ടുകൊണ്ട് തന്നെ പുള്ളി പീറ്റർ പാർക്കർ ആയിട്ട് സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് മുഖത്ത് എക്സ്പ്രഷൻ കാണുന്നില്ലെങ്കിലും നമുക്ക് ആ സീൻ എഴുതിയിരിക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എസ്പെഷ്യലി MJ ഇവന്റെ ലെറ്റർ വായിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ആ ഒരു പോയിന്റിലൊക്കെ എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു. ഇവര് അപ്പാർട്ട്മെന്റിൽ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവന് ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഗ്രീഫും പെയിനും ഉള്ള അയാൾക്ക് പറയാൻ പറ്റുന്നില്ല ഐ യൂസ് ടു ബി യുവർ ഫ്രണ്ട് എന്നുള്ളത്. നെഡിന്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. നെഡ് ഇസ് ചില്ലിങ് വിത്ത് ഹിം സോൾലി ബിക്കോസ് ഹീസ് സ്പൈഡർമാൻ, നോട്ട് ബിക്കോസ് ഹീസ് പീറ്റർ പാർക്കർ. അപ്പോൾ പുള്ളി ആ ഒരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്ത് ഹീ ഈസ് ട്രൈങ് ടു ബി വിത്ത് ദം. അവിടെ MJക്ക് അറിയാം. അപ്പം എന്നിട്ട് MJ പറയുന്നുണ്ട്, യു ഷുഡ് ടെൽ നെഡ് വൺ ഡേ എന്ന് പറയുന്നുണ്ട്, ഹി ഡിസേർവ്സ് ടു നോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ഞാൻ എവിടേക്കോ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് റിമൈൻഡ് ചെയ്തതാണ് എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞത്. ബിക്കോസ് ചിലപ്പോൾ നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് വാട്ട് കുഡ് ഹാവ് ബിൻ എന്നുള്ളത് നമ്മൾ പിന്നെ ചിന്തിച്ചിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കറൻ്റ്ലി ഓൾസോ ഐ വാസ് ഗോയിങ് ത്രൂ സംതിങ് ആൻഡ് അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഏതോ ഒരു മൂവ് ഞാൻ വേറൊരാളെ ഓർത്തിട്ട് ഞാനത് ചെയ്യാതിരുന്നപ്പോഴത്തേക്കും ഐ ആം ലെഫ്റ്റ് വിത്ത് ഗ്രീഫ്, ബട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ ഗ്രീഫ് another person is happy, another set of people are happy. It's not a self praise or ആ ഒരു അതല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്നെ ഇമോഷണലി ഈ പടത്തിൽ ഹുക്ക് ചെയ്തതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ മെയിൻ റീസൺ, മോർ ദാൻ എ സൂപ്പർ ഹീറോ മൂവി ഓർ എനിത്തിങ് എൽസ്. സോ ഹാറ്റ്സ് ഓഫ്. എനിക്ക് സെയിം ഇപ്പോൾ ഓഡിസി കണ്ടപ്പോൾ എനിക്ക് വേറെ രീതിയിൽ അതും ഇഷ്ടപ്പെട്ടു.
അതിപ്പോൾ ആ കലിപ്സോഡ് ഐലൻഡ് തന്നെ ആണ് അത് നമ്മുടെ എല്ലാവരുടെ ലൈഫിലെ ഒരു മെയിൻ പ്രശ്നമാണ്. കംഫർട്ട് സോൺ എന്ന് പറയത്തില്ലേ, കലിപ്സോസ് ഐലൻഡ് വാസ് ലൈക്ക് എ കംഫർട്ട് സോൺ. അതേപോലത്തെ ആ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ എനിക്ക് ഈ പടത്തിൽ ഫീൽ ചെയ്തു. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ ലോർ ഓർ മിത്ത് ഓഫ് ദ കോമിക് ഓർ എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്, ബട്ട് ദിസ് ഇസ് മോർ ഫോർ പീപ്പിൾ ഹൂ ആർ ഫീലിംഗ് ലോൺലി, ഫോർ ദ പീപ്പിൾ ഹൂ ഹാവ് ബിൻ സെൽഫ്ലെസ് ഡീഡ്സ് ചെയ്തിട്ടുള്ള, സെൽഫ്ലെസ് ആയിട്ടുള്ള ആക്ട് ചെയ്തിട്ടുള്ളത് ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് അതർ പീപ്പിൾസ് മെൻ്റൽ ഹെൽത്ത് ചെയ്തവർക്കൊക്കെ ഈ പടം ഒരു യു നോട്ട് അലോൺ ഇൻ ദിസ് എന്നുള്ള ഒരു ചെറിയ നോട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഇറ്റ് വാസ് എ വെരി ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയൊരു പടമായിരുന്നു ആഫ്റ്റർ എ റിയലി ലോങ് ടൈം, ടു ബി വെരി ഓണസ്റ്റ്. സോ ദാറ്റ് ഇസ് മൈ ടേക്ക് ഓൺ സ്പൈഡർമാൻ ആൻഡ് I loved it. I thoroughly enjoyed it. Everything about this സോങ് പ്ലേസ്മെന്റ്സ് ഒക്കെ കുറെ വേറെ ആർട്ടിസ്റ്റുകളുടെ സോങ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഒരു ലൂസർ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ആ സിനിമ കാണാൻ പോകുന്ന സമയത്ത് മെട്രോയ്ക്കകത്ത് റാൻഡം ആയിട്ട് ആ പാട്ടാണ് കയറി വന്നത്. എന്നിട്ട് ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് അതേ പാട്ട് തന്നെ പ്ലേ ചെയ്തപ്പോഴത്തേക്കും ഐ വാസ് ഫീലിംഗ് ഓക്കെ, അത് ഒരു സർക്കാസ്റ്റിക് ആണ്, പക്ഷെ എന്നാലും ടെക്നിക്കലി ഹി ലോസ്റ്റ് എവറിത്തിങ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ടൈം തിരിച്ച് ഹി ലോസ്റ്റ് ലിറ്ററലി എവറി പോസിബിൾ തിങ് ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഗേവ് ഹിം എ ഹോപ്പ്. ബട്ട് സ്റ്റിൽ ഹീസ് ട്രൈങ് ടു, ആ വുൾഫുമായിട്ടുള്ള ബന്ധമാണ് അവനെ ഇനിയിപ്പോൾ റീബിൽഡ് ചെയ്തെടുക്കുന്നത് ടു ഡു മോർ തിങ്സ്. സോ so that was my take on Spider-Man. പിന്നെ എല്ലാവരും ഈ ടോണി സ്റ്റാർക്കിൻ്റെ കണക്ഷൻ വെക്കുവാണെങ്കിൽ ഇതിലിപ്പം പുള്ളി ടോണിയുടെ നെക്സ്റ്റ് പ്രോഡിജി ആണെന്നുള്ള രീതിയിൽ മറ്റൊരു രീതിയിൽ തെളിയിച്ചെന്താന്ന് വെച്ചാൽ, ഇപ്പം എക്സ്മെൻ ഇതിൻ്റെ അകത്തൊക്കെ എപ്പോഴും ഉള്ള ഒരു സംഭവമാണ് ഈ എന്താ പവർ നള്ളിഫൈങ് കോളർ, മറ്റേ അവരുടെ ഈ മ്യൂട്ടൻ ഈ കമ്മ്യൂണിറ്റീനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു ഗ്രൂപ്പ് കാണും. ഇതിൻ്റെ അകത്ത് അത് ഡാമേജ് കൺട്രോളാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കോളർ സ്പൈഡർമാൻ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്താണെങ്കിൽ അത് ഇനി ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള സൂപ്പർ പവർഡ് ആയിട്ടുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം പലരും ഇപ്പം അത് ആൾക്കാർ മീമിലൊക്കെ ആയിട്ടൊക്കെ പറയുന്നത്, ഇപ്പം എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഓപ്പൺഹൈമറിൻ്റെ ഇതുമായിട്ടാണ്. കാര്യം പുള്ളി ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് വല്ല രാജ്യത്ത് വിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നല്ലോ, പക്ഷെ അത് ഡിസ്ട്രക്റ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്തത്. അതുപോലെ ഇതിൻ്റെ അകത്ത് അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവം ഇനിയിപ്പോൾ ആൾക്കാർ എക്സ്മെൻ ഇതൊക്കെ ഇനിയിപ്പോൾ MCയിലോട്ട് വരുമ്പം ആ ഒരു സംഭവമായിട്ട് വരുമ്പം അതും പീറ്റർ പാർക്കറിനെ ആ രീതിയിൽ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ കാരണമാണല്ലോ ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്നുള്ള രീതിയിൽ ഒരു ആംഗിള് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പം എനിക്കത് ആലോചിക്കുമ്പോഴേക്കും ഇപ്പം ഈ ടോണി സ്റ്റാർക്ക് മാർവലിൻ്റെ ഇപ്പം ഈ MCU ഈ ഒരു യൂണിവേഴ്സിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഹീറോയിൽ ഒരാളായിട്ടാണല്ലോ അവസാനം പുള്ളി എൻഡ് ചെയ്യുന്നത്. പക്ഷെ പുള്ളി തന്നെ ഒപ്പിച്ചു വെക്കുന്ന പല പരിപാടിയിൽ നിന്നാണ് ഇതിൻ്റെ അകത്ത് ഒരു 90% വില്ലന്മാരും വരുന്നത്. ആൾട്രോൺ ആണെങ്കിലും സ്പൈഡർമാൻ്റെ അകത്ത് വന്ന വില്ലന്മാരാണെങ്കിലും ഇപ്പം അവൻ്റെ തന്നെ ശിഷ്യനായിട്ടുള്ള സ്പൈഡർമാൻ ഒപ്പിച്ചു വെച്ച പരിപാടിയിലാണെങ്കിൽ എല്ലാത്തിൻ്റെ അകത്തും പുള്ളിയുടെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പം ആ പുള്ളി ഡോക്ടർ ഡൂമായിട്ട് വരുന്നു, അൾട്രോൺ അതാണ് അൾട്രോൺ ഉണ്ട്, എല്ലാം ഇതിൽ നിന്നാണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ഇവിടെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. കാര്യം പുള്ളിയാണ് ഈ ആദ്യത്തെ സ്പൈഡർമാൻ പടത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് കൊണ്ടുവന്ന തന്നെ ഈ സൂപ്പർ ഹീറോ ബാറ്റിൽസിനൊക്കെ ഒടുവിൽ തകർന്ന് വീഴുന്ന കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റീബിൽഡ് ചെയ്യാനും അവിടെ ഉണ്ടാകുന്ന ടെക്നോളജിയൊക്കെ മറ്റാൾക്കാരുടെ കയ്യിൽ എത്തിക്കാതെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവരാനുള്ള രീതിയിൽ ആ ഒരു ആംഗിളിലാണ് പുള്ളി അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഉദ്ദേശം നല്ലതാണ്, പക്ഷെ അവന്മാരാണ് ഇനിയിപ്പം ഈ മ്യൂട്ടൻ ആ ഒരു സാഗ വരുമ്പം മെയിൻ വില്ലന്മാരായി മാറുന്നു എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു കണക്ഷൻ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയായിരുന്നു. നീ ടോണി സ്റ്റാർക്കിൻ്റെ ശിഷ്യൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഇത് തെളിയിച്ചതിൻ്റെ ഒരു somehow, sorry to interrupt, I somehow feel that Doomsday is going to be very messed up. ഭയങ്കര messed up ആയിരിക്കും. അതതിൻ്റെ കോമിക്സിൻ്റെ അകത്ത് അങ്ങനെയാണ് അതിൻ്റെ ഒരു
പരിപാടികളൊക്കെ. ഇപ്പം ഇതിലിപ്പോ അവര് It's high എക്സ്മെന്നെ time to മറ്റു reboot. ക്യാരക്ടേഴ്സിനെ കൊണ്ടു. It's high അതാണ് time അത് to reboot ഇതിലൂടെ everything. ഇതിലൂടെ അവർ കൊണ്ടുവരുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ ഇവള് നേരത്തെ പറഞ്ഞില്ലേ നോവേ ഹോമിന്റെ മണ്ടയിൽ വെക്കാൻ പറ്റുമോ, ചിലപ്പോൾ അത് ഈ കണ്ട പടങ്ങളിലെ കാര്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മാർവൽ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് പക്ഷെ ഒരു ഡെഡ് പോൾ വൂൾവറീൻ പോലെ ഒരു പരിപാടി ആവാതെ കുറച്ചുകൂടെ സീരിയസ് ഇതാണെങ്കിൽ നല്ലതായിരിക്കും. ഡെഡ്പൂൾ വുൾവറിൻ പടം ഒരു സ്കേറി മൂവി ആണെന്ന പോലെ നമുക്ക് കിട്ടുന്ന സാധനം. അത് ഭയങ്കര സ്പൂഫാ, അത് അൺബിലീവബിളി സ്പൂഫ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഡെഡ് പോൾ ആൻഡ് വുൾവറിൻ കാണുമ്പോൾ ഞാൻ കുറച്ചെങ്കിലും അവർക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് സീരിയസ് ആക്കിക്കൂടാ ഞാൻ ആലോചിച്ചു. അതാണ് യു കാൺ ടേക്ക് എനിത്തിങ് സീരിയസ് അബൌട്ട് ഡെഡ് പോൾ ആൻഡ് വുൾവറിൻ എന്നുള്ള രീതിയിൽ. അതപ്പം പുതിയ വുൾവറിനെ അപ്പൊ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആര് പുതിയ അതിപ്പോ വുൾവറിൻ ആവും? കൊണ്ടുവരുമെന്നറിയില്ല. ഈ ആഡം ഡ്രൈവറിനെ അവരെന്തോണ്ട് ഒരു റോളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. മാഗ്നീറ്റോ അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു പ്രൊഫസർ എക്സ് ആണ്, മാഗ്നീറ്റോ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ മിസ്റ്റർ സിനിസ്റ്റർ ആണെന്ന് പറയുന്നു. ഇവരിപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവർ ജെയ്സൺ നോക്കുന്നുണ്ട്. സ്റ്റാത്തം പ്രൊഫസർ എക്സ് ആയ എങ്ങനെ ഇരിക്കും? വീൽ ചെയറുമായിട്ട് പോയിട്ടുള്ള ഫൈറ്റ് അടിക്കും. സീക്വൻസ് പരിപാടിയാണ്. Fight sequence ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞാ ജെയ്സൺ സ്റ്റാത്തം എന്ന് പറഞ്ഞപ്പോ ഒരു ജോണറായി ഹോളിവുഡില്. ആ ശരി, ജോണർ പുള്ളിയുടെ പടം എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്താണോ അതായിരിക്കും പുള്ളിയുടെ ജോലി. അതിൻ്റെ അകത്ത് ഇപ്പൊ വർക്കിംഗ് മാൻ അതെ, അല്ലെ, അതെ. ലൈബ്രറിയൻ വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്, ബീ വർക്കിംഗ് മാൻ കീപ്പർ. ആരാന്ന് വർക്കിംഗ് മാന്റെ സ്ക്രീൻ പ്ലേ ആരാന്ന് അറിയോ? ആര്? സിൽവസ്റ്റർ സ്റ്റാലൻ. ഓ നൈസ്. സിൽവസ്റ്റർ സ്റ്റാലനും പുള്ളി ഡേവിഡ് എക്സ്പെൻഡബിൾസ് എയറും ഒക്കെ കൂടെ. എഴുതിയിട്ടുള്ള പുള്ളിയല്ലേ? റാംബോ. അത് റാത്ത് ഓഫ് മാൻ ഒക്കെ ഓർക്കുന്നില്ല, വെറുതെ മാസ് പുള്ളി വന്നിട്ട്. അതെ ശരിയാണ്. അല്ല പക്ഷേ എനിക്കിഷ്ടമാണ് പുള്ളി. ഇനിയിപ്പോ എത്ര പടം എനിക്കിഷ്ടമാ. ഇപ്പം നാളെ ലൈബ്രറിയനെന്നോ അല്ലെങ്കിൽ സ്കൂബ ഡൈവറിനോ എന്ത് പേരാണ്, എന്ത് പടമാണെങ്കിലും ജെയ്സൺ സ്റ്റാത്തം ആണോ നമ്മൾ കണ്ടിരിക്കുന്നത്. ജാനിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ജാനിറ്റർ. കക്കൂസ് വരുന്നവരെയൊക്കെ ഇടിച്ച് നശിപ്പിക്കുന്നത്. ലൈബ്രറിയനാണ് പുള്ളി. ലൈബ്രറിയിൽ സൈലൻസ് പാലിക്കാത്തവരെ ഇടിച്ചിടുന്നു. ലൈറ്റ് ഹൗസിന്റെ ഏതാണ്, എന്തോ ലൈറ്റ് ഹൗസ് കീപ്പറോ അങ്ങനെ ഏതാണ്ട് ഒരു സാധനം ഞാൻ ഈയിടെ ഏതാണ്ട് ബീ കീപ്പർ വന്നിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ കണ്ടത്. ബീ കീപ്പർ ബീ ഉണ്ട്, കീപ്പർ അതല്ലാണ്ട് വേറെ എന്തോണ്ട് ഇതുപോലത്തെ എന്തോ ഒരു പേര്. ഇപ്പൊ ലൈറ്റ് ഒരു ഹൗസിന്റെ പുള്ളി പടത്തിന്റെ ഒരു ട്രെയിലർ ലൈറ്റ് ഹൗസ് കീപ്പർ ആയിട്ട്. വന്നിട്ടുണ്ടല്ലോ. ആ ഷിപ്പിന്റെ അകത്ത് ഐഡിയ ഉണ്ടാക്കുന്ന പടം. ക്രാങ്ക് കണ്ടിട്ടുണ്ടോ? എനിക്ക് ക്രാങ്ക് പുള്ളിയുടെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, വൈൽഡ് പടമാണ്. പുള്ളി മറ്റേ ആ പ്ലെയിനിൽ നിന്ന് താഴെ വീണിട്ട് ഇലക്ട്രിക് കമ്പിയൊക്കെ വലിച്ചു ചേർത്ത് കുത്തുന്ന വലിച്ചു സീൻ. തന്ന അതെ 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 പുള്ളിയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് ഗോസ്റ്റ് റൈഡർ. അത് റയൻ റയൻ ഗോസ്ലിംഗ് ഗോസ്ലിംഗിന്റെ അല്ലേ? കാസ്റ്റിംഗ് കിടിലായിരുന്നു. പിന്നെ അതിന്റെ അടുത്തൊരു ട്രിവിയ ഉള്ളതെന്ന് പറഞ്ഞാൽ റയൻ ഗോസ്ലിംഗിന്റെ വൈഫായിരുന്നു ആദ്യത്തെ ഗോസ്റ്റ് റൈഡറിന്റെ അകത്ത് അഭിനയിച്ചത്, അതെ 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 അതെ. ഇവ മെൻഡസ്. ഞാൻ ഇന്നലെയും കൂടെ അവർ രണ്ടുപേരും കൂടെ ഉള്ള ഒരു പടം കണ്ടുള്ളൂ. അതായത് നിക്കോളസ് കേജും ഈവ മെൻഡസും ഉള്ള ബാഡ് ലിeutenant എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം. നിങ്ങൾ ആരെങ്കിലും ആ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കായിരുന്നു. നിക്ക് കേജ് പടങ്ങൾ അറിയാലോ, കുറച്ച് വൈൽഡ് ആയിരിക്കും. ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഇച്ചിരി. ശരിക്കും എനിക്ക് നിക്കേജിന് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ പിടിച്ചടിക്കണ്ട്. പുള്ളി എന്തോ വിഷയമാ, പുള്ളിക്ക് എന്ത് കൊടുത്താലും പുള്ളി കിടിലായിട്ട് ചെയ്യും. നല്ല പിഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടമൊക്കെ ഉണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു പോകണം കേട്ടോ. വൻ പടമാണ്. വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടേഴ്സ് ഓഫ് ഹിസ് ടൈം. എല്ലാരും കുറെ പറയാൻ കിടിലം ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ലാലിച്ചിന്റെ കാര്യം പറയുന്ന പോലെ നിക്കേജ് ആയിട്ട് എല്ലാ പടത്തിലും വരുന്നേ. പക്ഷെ അങ്ങനെ അല്ല. നിങ്ങൾ അവന്റെ പടങ്ങൾ എടുത്തു നോക്കിയാല് അത് മനസ്സിലാവും. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പടങ്ങളിൽ ഒന്നാണ് കോണേർ എന്ന് പറഞ്ഞ പടമാണ് പുള്ളിയുടെ. അതാണല്ലോ അതിന്റെ കൈദി അതിന്നല്ലേ എടുത്തേ ഒരർത്ഥത്തിൽ. ചെറിയൊരു മോൾക്ക് വേണ്ടിയിട്ട് അല്ലേ, അതിനകത്ത് മോളുണ്ട്, കൊറേ തടവ ആൾക്കാർ, പോലീസുകാരൊക്കെ. ഡൈഹാർഡും കുറെ പടം, വിരുമാണ്ടി അല്ല, അങ്ങനെ കുറെ സാധനം. ഐ മീൻ ലോകേഷ് കനകരാജ് അറിയാല്ല, വിക്രം. ഞാൻ ഇത് കണ്ടിട്ട്, ഞാൻ ഡാർക്ക് നൈറ്റ് റൈസസ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, വിക്രത്തിന്റെ അകത്ത് എത്ര സീനുണ്ട് ഇതിന്റെ അകത്തുനിന്ന് അടിച്ചു മാറ്റിയെന്നുള്ള. ശരിയാണ്. ജയിലറിന്റെ അകത്ത് മറ്റേ ലോറി മറിഞ്ഞു വീഴുന്നതും ഡാർക്ക് നൈറ്റ് റെഫറൻസാ. ഡാർക്ക് നൈറ്റ് റെഫറൻസിന്റെ പുള്ളി ഏത് ലെവൽ ഡി സി ഫാനാന്ന് വെച്ചാൽ ഡി സി എന്ന് പറഞ്ഞൊരു പടത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ലോകേഷ് ലനഗരാജ് എന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാരും കളിയാക്കുന്നു. അത് കുറച്ച് ഓവറായി തുടങ്ങിയാണ് അവസാനമായപ്പോഴത്തേക്കും.
ശരിയാണ്. എന്ത് പറഞ്ഞാലും പുള്ളിയുടെ ഫോട്ടോ ഇടുക. ഐ മീൻ പുള്ളി ഒരു കൂലി എടുത്തതിനാണ് പുള്ളി എല്ലാരും കൂടെ ഈ കുരിച്ചേർത്ത് ഇടിക്കുന്നത്. ഐ മീൻ അടുത്തൊരു പടത്തിൽ നന്നായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അല്ല അതിപ്പോ ഇപ്പൊ ഈ പുള്ളി DC കണ്ടിട്ട് ആൾക്കാര് ഒരു ചെറിയൊരു ഇത് പറയുന്നുണ്ടല്ലോ പുള്ളിയുടെ. അതിപ്പോ നമ്മള് ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ ഐ വാസ് ക്വൈറ്റ് സർപ്രൈസ്. അവന്റെ 2-3 സീനൊക്കെ അതിൻ്റെ അകത്ത് അഭിനയവും അവന്റെ കണ്ണു പോകുന്നതും അവന്റെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഐ തോട്ട് ഓക്കെ ദിസ് ഗൈ ക്യാൻ ഡു സംതിങ്. ഞാൻ ഡയറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവന് ജീവിക്കാനുള്ള വകുപ്പുണ്ട്. അതെ ഈ ക്യാമിയോ പക്ഷെ ഒന്നും ഇനിയിപ്പോ കൊടുക്കായിരുന്നു. അറിയത്തില്ല. മറ്റേ കാട്ടാളന്റെ അകത്തെ ക്യാമിയോ ഒക്കെ ഇച്ചിരി പദമായിരുന്നു പറയാതിരിക്കുന്നേ. കച്ചാലൻ നിക്കേജിന്റെ കാര്യം പറയുമ്പോ പുള്ളിയുടെ സ്പൈഡർ നോവ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ അത് സീരീസ് ആക്ച്വലി ഇറ്റ് വാസ് നൈസ്. ഓക്കെ, ഞാൻ 2-3 എപ്പിസോഡ് കണ്ടായിരുന്നു. നൈസ്. ആണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണോ ഉണ്ട് അതോ കളറിലാണോ? അത് അല്ല, അതിനൊരു ഓർഡർ ഉണ്ട് ആക്ച്വലി. സർട്ടൻ എപ്പിസോഡ് ഷുഡ് ബി വാച്ച്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സർട്ടൻ ഷുഡ് ബി ഇൻ കളർ എന്നുള്ളതാണ്. അതേ ഒരു ഓർഡർ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ ഷെയർ ചെയ്യും ഷോർട്ട്. മാൻ സ്പൈഡറിന്റെ എപ്പിസോഡൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന നല്ല കേട്ടോ. കൊള്ളാം, പുള്ളി നല്ല ഉഗ്രനായിട്ടാണ് ചെയ്തത്. പുള്ളി ഇറ്റ് വാസ് നൈസ് ടു സീ ഹിം ആഫ്റ്റർ എ ലോങ് ടൈം. നിക്കേജിനെ കാണുമ്പോഴേ നിക്കേജിന്റെ പേര് തന്നെ പുള്ളി ലൂക്കേജിൽ നിന്നാണ് കേജ് എന്നുള്ള പേരെടുത്ത്. പുള്ളി ഒരു കോമിക് ബുക്ക് ഫാൻ ആയതുകൊണ്ട് അങ്ങനെ നിക്കേജ് നിക്കോളസ് കേജ് എന്നുള്ളത് അതിൻ്റെ അകത്ത് നിന്ന് എടുത്തു. അപ്പം പിന്നെ ഗോസ്ലിംഗിന്റെ ഗോസ്റ്റ് റൈഡർ എന്തായാലും ഒരു സംഭവം ചാൻസ് ഉണ്ട്. എനിക്ക് കിയാനു റീവ്സ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഹീസ് ടു ഓൾഡ് ഫോർ ഇറ്റ്. അല്ല അതിപ്പോ ഇവർക്ക് എന്തെങ്കിലും വേരിയന്റ് ആന്നൊക്കെ പറഞ്ഞ് മറ്റേ ജോൺ ക്രസിൻസ്കിയുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനെ പോലെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാമല്ലോ വേണമെങ്കിൽ. അതങ്ങനെ ആക്ച്വലി അത് ഞാൻ ആലോചിക്കായിരുന്നു. ജോൺ ക്രസിൻസ്കി ആസ് മിസ്റ്റർ ഫാന്റാസ്റ്റിക് വാസ് ഗുഡ്, പക്ഷെ എന്തുകൊണ്ട് അത് കൺസിഡർ ചെയ്ത് പെഡ്രോ പാസ്കലിനെ ആർക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് തിയേറ്ററിൽ പോയി കണ്ട എനിക്കത് ഓക്കെ ആയിരുന്നു. പക്ഷെ അത് എന്നാലും നമുക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് പുള്ളിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു. ഈ കാര്യത്തിൽ എനിക്ക് ഡെഡ്പൂളിനോട് റെസ്പെക്ട് ആയി. ക്രിസ് ഇവാൻസിനെ ക്യാപ്റ്റൻ അമേരിക്ക അല്ലാതെ ഹ്യൂമൻ ടോർച്ചായിട്ട് കാണിച്ചു 5 മിനിറ്റ് നേരത്തേക്കുണ്ടായിരുന്നുണ്ടെങ്കിലും അല്ല, അവന്റെ ഒരു ഫാൻ മൂവ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ ആ 2 സെക്കൻഡിലേക്ക് സൈബർ ടൂത്തിനെ കൊണ്ടുവന്നു, ഒറിജിനൽ സൈബർ ടൂത്ത് ആദ്യത്തെ എക്സ്പെരിമെന്റ് അത്. എന്നിട്ട് അളിയനെ കൊല്ലുകയും ചെയ്തു. ഒറ്റയടിക്ക് തീർത്ത് ശരിയാണ്. സോ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ ഈ ഓഡിസി കാണുന്നതിന് മുന്നേ കങ്കുവ കണ്ടിരുന്നു? പിന്നെ ഞങ്ങളൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ കങ്കുവ. കാണുന്നതിന് മുമ്പ് കണ്ടില്ല, റീവിസിറ്റ് ചെയ്തില്ല. അതാണ് നമ്മുടെ യഥാർത്ഥ ഓൺലൈൻ പോസ്റ്റ് ഉണ്ടായിരുന്നു. കങ്കുവ ബിഫോർ വാച്ചിങ് ഓഡിസി. കങ്കുവ ആൻഡ് പുലി എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും തിയേറ്ററിൽ കണ്ടായതുകൊണ്ട്. ഓഡിയോ ലോഞ്ച് ഒക്കെ നടത്തണമായിരുന്നു, എന്നിട്ട് ടിആറിനെ കൊണ്ടുവരുന്നായിരുന്നു. ഞാനൊരിത് കണ്ടായിരുന്നു, രാജുവേട്ടന് ഓഡിസിയുടെ കഥ അറിയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. രാമായണത്തിന്റെ കഥ അറിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയിട്ട് തോന്നിയത്. ഞാൻ നെവർ എക്സ്പെക്ടഡ് ആക്ച്വലി. ഈ വർഷത്തെ ബിങ്കോ കാർഡിൽ ഇല്ലായിരുന്ന ഒരു കാര്യമായിരുന്നു രാജുവേട്ടൻ നോസ് ദ സ്റ്റോറി. കഷ്ടം. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഖലീഫ ആയിരിക്കുമോ അയം ഗെയിം ആയിരിക്കും ഏറ്റവും വലിയ ബോംബ് എന്നുള്ളത്? ചിലപ്പോ ഇത് രണ്ടും അല്ലാതെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണെങ്കിലോ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും വലിയ ഹിറ്റ് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. സർവമായ പോലെ ഒരു ഹിറ്റ് ആവുമായിരിക്കും അല്ലേ? അത് ഗിരീഷ് ഷെട്ടിയുടെ മൂവിയും കൂടെ. സോ ഇറ്റ് ഷുഡ് ബി സംതിങ്. എനിക്ക് ഖലീഫ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ കാര്യം വൈശാഖ് ആണെങ്കിലും ടീസർ വെച്ചിട്ട് ഐ ഫൈൻഡ് ഖലീഫ മോർ പ്രോമിസിങ് ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് അതിന്റെ ടീസർ നല്ല അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ എന്തോ ടിപ്പിക്കൽ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം അതിന്റെ അകത്ത് എന്തോ ഒരു മിസ്റ്ററി ഉണ്ടായിരുന്നു. ഖലീഫ ഐ തിങ്ക് ഐ ഫീൽ ഇറ്റ്സ് എ ടിപ്പിക്കൽ ഗോസ്റ്റ് ഡയറക്റ്റഡ് മൂവി ബൈ രാജുവേട്ടൻ. എനിക്ക് I can't prove, but I know, but I can't prove ശരിയാണ്. പക്ഷേ ലലിച്ചന്റെ ക്യാമിയോ ഒക്കെ ഉണ്ട്. അപ്പം ലലിച്ചൻ വരുന്നത് കൊണ്ട്
ലാലേട്ടൻ ഇപ്പൊ ശരി, ക്യാമോ നമ്മള് ഇല്ലാത്ത ഏത് പടമാന്നുള്ളത് മാത്രമേ നമുക്കിപ്പോ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ക്യാമിയോയിച്ചനായിരുന്നു, ക്യാമേറ്റൻ എന്നുള്ള അവസ്ഥയായിരുന്നു. നിങ്ങൾക്ക് മാർവൽ തിരിച്ചു വന്നു അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫീലിങ്ങുകളൊക്കെ ഉണ്ടോ? അല്ലെ മാർവലിന്റെ വീണ്ടും മാർവൽ മാർവൽ പടങ്ങളോട് പടമായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. തോന്നി ഇല്ല? ആ ഓക്കെ. അതായിരുന്നു എന്റെ ഫീലിംഗ്. ഒരു മാർവൽ വിഷ്വലിയും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? മറ്റ് മാർവൽ സിനിമകളൊക്കെ ഒരു ഇപ്പം മുമ്പത്തെ സ്പൈഡർമാൻ പടങ്ങളെക്കാളും ഒക്കെ ഒരു ഇതിനെന്തോ ഒരു ആക്ച്വലി ഒരു സിനിമറ്റോഗ്രഫി ഒക്കെ. സൂപ്പർ ഹീറോ ഫിലിം എന്നുള്ള രീതിയിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചത് ഒരു സൂപ്പർ ഹീറോ ഫിലിമിനെക്കാളും കുറച്ചുകൂടെ ഒരു എന്താണ് ഒരു മനുഷ്യന്റെ ജേർണി എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇനി എന്തെങ്കിലും ബ്രാൻഡ് ന്യൂ ഡേനെ കുറിച്ച് പറയാനുണ്ടോ? ഫ്യൂച്ചറിലേക്കുള്ള എക്സൈറ്റ്മെന്റുകൾ അല്ലാതെ എന്തെങ്കിലും? അടുത്ത ബ്രാൻഡ് ന്യൂയുടെ അടുത്ത സ്പൈഡർമാന്റെ മ്യൂസിക് സായഭയങ്കർ ആയിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഡ്യൂഡിലെ ഇതൊക്കെ കൊടുക്കാൻ അറിയിച്ചുള്ളൂ. ഇപ്പൊ തന്നെ ഇതിന്റെ OTT വരുമ്പോ കണ്ടോണം, അതിന്റെ ഒരു പ്രളയമായിരിക്കും. ഊറും ബ്ലഡ് 10,000-ഉം ഓൾറെഡി ഡൂഡിന്റെ മ്യൂസിക് ഇട്ട് തകർക്കുന്നുണ്ട് കുറെ പേര്. അയ്യോ, ഊറും ബ്ലഡ് ഇട്ടാണ് ഇപ്പൊ തകർക്കുന്നത്. ഹൈദരാബാദി എന്നുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. മറ്റേ ഐറ്റം സോങ് ഇല്ല, മാസ് ആക്ഷൻ സീക്വൻസ് ഇല്ല, എലവേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അത് പറയുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിട്ട് ആക്ച്വലി ദിൽരാജ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെ നമുക്ക് ഇതെല്ലാം കാണായിരുന്നു. ശരിയാ. ഡാൻസ് വേണ്ടുമോ ഡാൻസ് ഇருக்கு, ഫൈറ്റ് വേണ്ടുമോ ഫൈറ്റ് ഇருக்கு, ഫൈറ്റർ ഇருக்கு. അതെ അതെ അതെ, തീർച്ചയായും. അപ്പം മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഫ്യൂച്ചർ MCU പ്രതീക്ഷകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നിങ്ങളാ ഡൂംസ്ഡേ കാണാൻ പോകുന്നുണ്ടോ? ഞാൻ എന്തായാലും പിന്നെ കാണാണ്ട് എനിക്ക് അറിയത്തില്ല. ഐ വാണ്ട് ടു സീ ദ ഫുൾ ട്രെയിലർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ തിരിച്ച് UK എത്തിയത് കൊണ്ട് എല്ലാ അലവലാതെയും കാണുന്ന ഒരു റീസെന്റ് വന്ന ട്രെയിലർ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? വർക്കായില്ല? റീസെന്റ് എന്തൊരു ചെറിയ ഗ്ലിംസ് അല്ലേ വന്നുള്ളൂ. ട്രെയിലർ വന്നായിരുന്നല്ലോ, ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനെന്താണേലും ആ സമയത്തേക്ക് ഐ ഹേറ്റ് യു 3000 എന്ന് പറഞ്ഞ് ഡൂംസ്ഡേ മാച്ചും കൊണ്ട് ഇട്ടോണ്ട് വേണം പോയി കാണാൻ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. സൂപ്പർമാൻ കാണാൻ സൂപ്പർമാന്റെ ഷർട്ട് ഇട്ട പോലെ ഡൂംസ്ഡേ കാണാൻ ഡോക്ടർ ഡൂമിന്റെ. ടോബി മെഗ്വയറിന്റെ ഏർത്തിനെ കൊന്നിട്ടാ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻകേഷൻസ് വരുമ്പോൾ അതിൽ പുള്ളിയുടേത് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓപ്പണിംഗ് മിനിറ്റ്സ് അങ്ങനെയാണെന്നും പറഞ്ഞു. കഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, സ്പൈഡർമാൻ ഏത് യൂണിവേഴ്സിലാണേലും അവന് ദുരന്തം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ടോബി മാഗ്വയറിന്റെ സാധനത്തിനെ, അതായത് ആ ഒരു സ്പൈഡർമാനെ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോഴും. ടോം ഹോളണ്ടിനെ അല്ല, അതിന് കാരണമുണ്ട്. കണ്ടില്ല, ഞാൻ ട്രെയിലർ കണ്ടില്ല, കണ്ടു നോക്കണം. Let's wait and let's see what happens. Okay. അപ്പോൾ അതൊക്കെ എല്ലാരും പറയാനുള്ളതെല്ലാം പറഞ്ഞു ഞാൻ. അപ്പോ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളിങ്ങനെ വളരെ റെയർ ആയിട്ടാണ് ഇംഗ്ലീഷ് മൂവീസ് റിവ്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു സ്കോട്ടിഷ് സീരീസ് ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ പേര്? ഞാൻ മറന്നു. ബേബി റെയിൻഡിയർ. അതായിരുന്നു കുറച്ചു നാൾ മുന്നേ ആയിരുന്നു ആക്ച്വലി അല്ലേ, ഒരു നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് നെക്സ്റ്റ് ഇംഗ്ലീഷ് എപ്പിസോഡ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മളിപ്പോ വളരെ റെയർ ആയിട്ടാണ് ഇംഗ്ലീഷ് എപ്പിസോഡ്സ് ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് സീരീസസ് ഒക്കെ റിവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ്സിൽ നിങ്ങൾ പറയാൻ, ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ഫോർ us ഡു മെൻഷൻ. അപ്പം ഞങ്ങൾ അടുത്ത തവണ നല്ലൊരു സിനിമയോ സീരീസോ ആയിട്ട് തിരിച്ചു വരുന്നിടം വരെ ദിസ് ഈസ് മീ UDC കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരൻ ആൻഡ് ചക്രവാണി. ബൈ.